ലേബർ ക്യാമ്പുകളിൽ കിടന്ന് ഭിക്ഷ എടുക്കുന്ന രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടാണ് ഈ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത്. ഈ ഉണ്ടാക്കുന്ന പണം അവരവിടെ കിടന്നുണ്ടാക്കുമ്പോൾ, ഈ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ, ഇതുപോലെയുള്ള പ്രോഗ്രാം നടത്തുമ്പോൾ അവരാഗ്രഹിക്കുന്നു എൻ്റെ മകൻ നാളെ ഒരു IAS കിട്ടും, എൻ്റെ മകൾ ഒരു MBBS ഡോക്ടർ MD ആകും, അല്ലെങ്കിൽ എൻ്റെ മകൾ ഒരു ജഡ്ജി ആകും, എൻ്റെ മകൻ ഒരു ഉന്നതമായ കസേരയിൽ എത്തും എന്ന്. ആ ആഗ്രഹം ഉള്ളവരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന യുവതലമുറയിൽ പലരുടെയും ഒരു കൈയും പൊക്കി കണ്ടില്ല. ഒരു പക്ഷേ അവർക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകും, മൊബൈൽ കടയിടണമെന്നും ബിസിനസ് നടത്തണമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുള്ള ചെറിയ ചെറിയ പരിപാടിയും. ഞാൻ ഈ ചെറിയ പരിപാടി ആഗ്രഹിക്കുന്ന ആളല്ല, വലിയ വമ്പൻ പരിപാടികൾ ആഗ്രഹിക്കുന്ന ആളാണ്. മനസ്സിലായോ? നിന്റെ ആഗ്രഹം നല്ലതും അതിനനുസരിച്ച മനസ്സിന് നല്ല സ്ട്രെങ്തും ദൈവാനുഗ്രഹവും നിനക്കുണ്ടെങ്കിൽ നിനക്കൊരു യൂസഫ് അലി സാറായി മാറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം കഴിഞ്ഞ എൻ്റെ അങ്ങേ ആഴ്ച ദുബായിൽ നടന്ന പ്രോഗ്രാമിൽ യൂസഫ് അലി സാറ് എനിക്കൊരു ചെറിയ അവാർഡ് തന്നു, ഒരു മെമൻറ്റോ. അത് തൃശ്ശൂർ നാട്ടിക അസോസിയേഷൻ്റെ പ്രോഗ്രാം ആയിരുന്നു. ഇതിൽ ചിലർക്കറിയാം. എന്നെ വിളിച്ചു തരികയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് എന്നെ അവരവിടെ വിളിച്ച് സമ്മാനം മാത്രം തന്നു. ഇതുപോലുള്ള ഷോ ഒന്നും എടുത്തില്ല. സമ്മാനത്തിന്, ഈ അവാർഡിന് ശേഷം ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ യൂസഫ് അലി സാറിൻ്റെ സ്വന്തം പേഴ്സണൽ പോക്കറ്റിൽ നിന്ന് ഒരു കവറും കൂടെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു, അദ്ദേഹത്തിൻ്റെ മാത്രം ഗിഫ്റ്റായിട്ട്. ഞാൻ കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ആ പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി സാറ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പോക്കറ്റിൽ നിന്ന് 1 ലക്ഷം രൂപയായിരുന്നു എനിക്ക് ഗിഫ്റ്റായിട്ട് അദ്ദേഹം തന്നത്, ഒരു ക്ലാസ് പോലും എടുക്കാതെ. ദാറ്റ് മീൻസ് അദ്ദേഹവും എന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിവിടെ എടുത്തു പറഞ്ഞത് അദ്ദേഹം കേൾക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു നന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു അദൃശ്യനായ ഒരാൾ ഇതിനകത്തുണ്ട്. അപ്പൊ രണ്ടാമത്തെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇനി ഈ ക്ലാസ് എടുക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയില്ല. അദ്ദേഹം വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇന്നത്തെ ഈ ഷോ എന്ന് പറയുന്നത് 1798 ഷോയാണ്. 1798th ഷോ. ഇനി 2 ഷോ കൂടെ കഴിഞ്ഞാൽ 1800 ഷോ ആവുകയാണ്. ഈ 1797 ഷോകളിലും അതിൽ 1750ലും 2 പ്രാവശ്യം പിശാച് വന്നിരുന്നു. ആ അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കറണ്ട് പോകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടാകും. കാരണം ഇത് വന്ന ആളിന്റെ പേരെന്താണെന്നറിയാമോ? വന്ന ആളിന്റെ പേര് ചിലർ പറയും പരബ്രഹ്മമെന്ന്, ചിലർ പരമാത്മാവെന്ന് പറയും, ചിലർ പരിശുദ്ധാത്മാവെന്ന് പറയും, ചിലർ അള്ളാഹു എന്ന് പറയും, ചിലർ പടച്ചോന്ന് പറയും, ചിലർ സ്രഷ്ടാവെന്ന് പറയും, ചിലർ കർത്താവെന്ന് പറയും. അദ്ദേഹം നിങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഉപകരണം മാത്രം. ഉപകരണം. ഇന്നിവിടെ നിന്റെ ചെവിയുടെ അടുത്ത് നിന്റെ അള്ളാഹു, നിന്റെ ദൈവം നിന്റെ അടുത്ത് നിൽക്കുകയാണ്. അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളിൽ, ഇനി ഞാൻ സത്യം പറയണോ അതോ സുഖിപ്പിച്ച് കള്ളം പറയണോ? വളരെ കുറച്ചുപേരെ അദ്ദേഹം സ്പർശിക്കും. വളരെ കുറച്ചുപേരെ. ഇതിപ്പം ഞാൻ ഞെട്ടുന്നുണ്ട്. കാരണം ഇവിടെ നേരത്തെ പ്രോഗ്രാമിന് വന്നപ്പോൾ കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷേ സംഘാടകരുടെ ശ്രദ്ധയ്ക്ക് അവിടെയുള്ള എൻ്റെ ഉമ്മമാർക്ക് ഇരിക്കാൻ പോലും കസേര ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഇപ്പം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളിൽ വളരെ കുറച്ചുപേരെ അള്ളാഹു ദൈവം സ്പർശിക്കും. എൻ്റെ ചോദ്യം, ദൈവം നിങ്ങളുടെ എവിടെയാണ് സ്പർശിക്കുക? ഈ മൊഞ്ചുള്ള മുഖത്താണോ? ഈ വേഷം കെട്ടിയിരിക്കുന്ന ശരീരത്തിലാണോ? അല്ല. വിശുദ്ധിയുള്ള ശുദ്ധമായ ഹൃദയത്തിൽ, നന്മയുള്ള ഹൃദയത്തിൽ, നന്മയുള്ള മനസ്സിൽ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളിൽ കുറച്ചുപേരെ അള്ളാഹു ദൈവം സ്പർശിച്ചിരിക്കും. അപ്പൊ സ്പർശിച്ച ആളിനെ എങ്ങനെ തിരിച്ചറിയാം സാർ? വളരെ സിമ്പിളായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ഈ ഇരിക്കുന്നവരെല്ലാം ഇടതുവശവും വലതുവശവും നോക്കിയിട്ട് അവരുടെ അടുത്തിരിക്കുന്നവരുടെ കണ്ണുകളൊന്ന് നോക്കിയേ. കമാൺ ക്യുക്ക്. എല്ലാരും ലെഫ്റ്റും. ഖുർആൻ പറയുന്നു അനുസരണാശീലത്തിൽ നീ മുൻപന്തിയിൽ വരണമെന്ന്. നിങ്ങൾക്ക് അനുസരണ ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെ അനുസരണ വരും? ഞാൻ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ കണ്ണുകളൊന്ന് നോക്കിയേ. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഒന്നും തോന്നിയില്ല. എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ചിലരുടെ കണ്ണുകളിൽ, ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു,
നിങ്ങളുടെ പക്കൽ ഭാരമുള്ള എല്ലാം താഴെ ഇറക്കി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടിരിക്കാൻ, അല്ലേ? ഞാൻ ഉദ്ദേശിച്ച ഭാരം എന്താന്ന് ചോദിച്ചാൽ നിങ്ങളിൽ കുറെ പേരുടെ അഹങ്കാരത്തിനെയാണ്, കുറെ പേരുടെ അഹംഭാവത്തിനെയാണ്, കുറെ പേരുടെ ധാർഷ്ട്യത്തിനെയാണ്, കുറെ പേരുടെ സൗന്ദര്യബോധത്തിനെയാണ്, കുറെ പേരുടെ പണവും വലിയ വലിയ വീടുകളുടെയും അഹംഭാവമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അണുമണിത്തൂക്കം നിനക്ക് അഹങ്കാരമുണ്ടെങ്കിൽ നിന്നെ സ്വർഗത്തിന്റെ 7 അയൽവക്കത്ത് എത്തിക്കില്ല എന്ന്. ഭഗവത്ഗീത പറയുന്നു, ബൈബിൾ പറയുന്നു, എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നു, അഹങ്കാരിക്ക് സർവനാശം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് തരം കണ്ണുകൾ കണ്ടിട്ടുണ്ട്. അഹങ്കാരത്തിന്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട്, പുച്ഛത്തിന്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട്, പരിഹാസത്തിന്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട്, ലൈംഗികതയുടെ സെക്സിന്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട്, മേക്കപ്പിന്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കാണാത്ത കണ്ണുകൾ, വളരെ കുറച്ചു മാത്രം കണ്ടിട്ടുള്ള കണ്ണുകൾ എന്താണെന്നറിയാമോ? കരുണയുടെ കണ്ണുകൾ, വാത്സല്യത്തിന്റെ കണ്ണുകൾ, സ്നേഹത്തിന്റെ കണ്ണുകൾ, നന്മയുടെ കണ്ണുകൾ, അങ്ങനെയുള്ള കണ്ണുകൾ. ആ കണ്ണുകൾ നിങ്ങൾക്കെപ്പം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പം മുതൽ നിങ്ങളുടെ കുടുംബം സ്വർഗമായി തുടങ്ങും. അപ്പൊ ഇവിടെ ഉള്ളത്, നോ, യാതൊരു കാരണവശാലും ഒന്നും വിതരണം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവിടെ ഒന്നും വിതരണം ചെയ്യാൻ സമ്മതിക്കില്ല, പ്ലീസ്. പടച്ചോൻ എത്തിച്ചേർന്ന ഈ ക്ലാസ്സിനകത്ത് അരമണിക്കൂർ മുമ്പായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, 2ാമത്തെ ആള് വന്നു കഴിഞ്ഞാൽ എന്റെ വിധം മാറും എന്ന്. അമിതമായി കഴിച്ച് കൊഴുപ്പ് കൂടി ഒരാഴ്ച പോലും പട്ടിണിക്ക് കിടന്നാൽ തീരാൻ പറ്റാത്ത രീതിയിൽ കൊഴുപ്പ് കൂടിയതിന്റെ ഫലമാണ് 12 വയസ്സുള്ള പയ്യന്മാർ അച്ഛന്മാരായി മാറുകയും അമ്മമാരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ പട്ടിണിക്ക് ഉരുകി അങ്ങ് വീണ് മരിച്ചൊന്നും പോകത്തില്ല. അത്രയ്ക്ക് മുട്ടിയിരിക്കുന്നവർ ഈ കോമ്പൗണ്ടിന് പുറത്തുപോയി കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാം. വിശുദ്ധ ഖുർആൻ 58-ാം സൂറത്ത് പറയുന്നു, നിങ്ങൾ 2-3 പേർ ചേർന്ന് പരദൂഷണം പറയുന്നതിന്റെ ഇടയിൽ 4-മനായി അള്ളാഹു ഉണ്ടാകാതിരിക്കില്ല എന്ന്. പറയുന്നത് പരദൂഷണമാണോ നല്ലതാണോ എന്ന് നോക്കിയതിന് ശേഷം ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ്, അന്ന് നിനക്ക് ഗിഫ്റ്റ് തരാൻ. ഞാനത് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഒരു കള്ളവും പറയില്ല, ഒരു പരദൂഷണവും പറയില്ല. നിന്റെ അടുത്ത് നിൽക്കുന്ന ദൈവത്തിനെ കൊണ്ട് നിന്നെ ഒന്ന് സ്പർശിപ്പിക്കുക എന്നൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ. അതിന് നീ യോഗ്യനാണെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കും. നിനക്ക് യോഗ്യത ഇല്ല എങ്കിൽ അദ്ദേഹം ചെയ്യില്ല. അതിൻ്റെ ഇടയിൽ കുടിയും തീറ്റിക്കുമൊന്നും ഇവിടെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് 1 മാസത്തെ റംസാൻ നോമ്പ് കൊണ്ട് 1 വർഷം തിന്നു തീർത്തതിന്റെ കൊഴുപ്പ് മാറ്റാൻ ദൈവികമായ സയന്റിഫിക് സംഗതി തന്നുപിടിച്ച് തന്നേക്കുന്നത്. അതിനെയും ഇല്ലാതാക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളിൽ കുറെ പേർ. അതിന്റെ ഫലമായി കേരളം ഇന്ന് 1-ാം സ്ഥാനത്തായി ക്യാൻസറിന്. ഞാൻ എഴുതാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറയാനുണ്ടാത്ത രീതിയിൽ ഉള്ള സ്ഥലത്തേക്ക് എന്നെ നിങ്ങൾ കയറ്റി. ഞാൻ വന്നത് വേറൊരു വഴിയാണ്. അതുകൊണ്ട് ഇരിക്കുന്നവർ മറക്കണ്ട. ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയുടെ കണ്ണുകൾ. ഇന്നിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിന്റെ അഹങ്കാരം പിടിച്ച, മേക്കപ്പ് പിടിച്ച കണ്ണുകളെ ഇവിടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് കരുണയുടെ കണ്ണുകൾ കൊണ്ടും സ്നേഹത്തിന്റെ കണ്ണുകൾ കൊണ്ടും ഇവിടെ നിന്ന് ആർക്കെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ അവൻ ദൈവത്തിനെയും കൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോവുക, അല്ലാത്തവൻ പിശാചിനെയും കൊണ്ടായിരിക്കും പോവുക. സോ യു പ്ലീസ് ട്രൈ ഫോർ ദാറ്റ്. കുറച്ച് സമയത്തേക്ക്, അല്പസമയത്തേക്ക്. ഇവിടെ ഒരു ക്ലിപ്പ് കണ്ടു. എന്തായിരുന്നു നേരത്തെ കാണിച്ച ക്ലിപ്പ്? ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ. ഈ സമൂഹത്തിൽ ജനങ്ങൾക്ക് ഏത് ഫ്ലവേഴ്സിനെയാണ് ഇഷ്ടം? ഞാൻ ഡയറക്റ്റ് ആശയങ്ങളല്ല പറയുക. വിശുദ്ധ ഖുർആൻ 10-ാം സൂറത്ത് 100-ാം സൂക്തം, ഞാൻ നിനക്ക് ബുദ്ധി തന്നിട്ടും ബുദ്ധിയെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത നിന്നെ ഞാൻ അശുദ്ധനാക്കുന്നു, നിഷിദ്ധനാക്കുന്നു. ആ ബുദ്ധിയും കൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഇവിടെ കണ്ട ഫ്ലവേഴ്സ് സമൂഹത്തിന്റെ കണ്ണിലൂടെ നമ്മൾ കാണപ്പെടണം. അപ്പം ഏത് ഫ്ലവേഴ്സിനെയാണ് ജനങ്ങൾക്ക് ഏറെ കൂടുതൽ ഇഷ്ടം? മണമുള്ളതിനെയാണോ നാറ്റമുള്ളതിനെയാണോ? മണമുള്ളതിന്. ശരിയല്ലേ? അത് ഞാൻ മനുഷ്യരിലേക്ക് മാറ്റിയാൽ മണം അത്ര പൂശിക്കൊണ്ടുവരാം. സ്പ്രേ അടിക്കുന്നവർക്ക് ക്യാൻസറാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ മണത്തിലേക്കല്ല പോകുന്നത്, മറിച്ച് ഗുണത്തിലേക്ക് പോകുന്നു. എന്റെ ചോദ്യം, 24 വയസ്സിൽ താഴെയുള്ള നിങ്ങളോട് കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ചോദിച്ചു, ഇതിനകത്ത് മ്യൂസിക് എന്ന് പറയുന്ന പരിപാടിയിൽ ടോപ്പായിട്ടുള്ള എത്ര പേരുണ്ട് കാർഗിൽ എന്ന് പറയുന്ന സ്ഥലത്തിനെ പ്രശസ്തമാക്കാനെന്ന്? നില്ലായിരുന്നു ഇതിനകത്ത്. ഗുണമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, സ്റ്റേജ് ഐറ്റങ്ങളിൽ എത്ര പേരുണ്ട് ടോപ്പാകുന്നതെന്ന്? നില്ലായിരുന്നു, ആരുമില്ല. അതിനുശേഷം ഞാൻ നിങ്ങളോട് ചോദിച്ചു, ലിറ്റററി ഐറ്റംസ്, എന്നാൽ എഴുത്ത് പരിപാടി, കഥാരചന, കവിതാരചന, നില്ലായിരുന്നു. അത് കഴിഞ്ഞ് സ്പോർട്സ് ഐറ്റംസ് ചോദിച്ചു,
പാവപ്പെട്ട ഒരു കുട്ടിയെ മാത്രം കിട്ടി, ബാക്കി ഒന്നിനെയും കണ്ടില്ല. മരുഭൂമി കിടന്ന അമ്മയും അച്ഛനും അല്ലെങ്കിൽ വാപ്പ കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്ന പരിപാടിയിൽ പ്രശസ്തനാകുന്ന വഴികളിൽ എല്ലാം കാർഗിലുള്ള യുവതലമുറ നിൽ. എന്നാൽ കാർഗിലുള്ള യുവതലമുറയിൽ പലരും ലഹരികൾക്ക് അടിമകളാണ്. ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ പലരും ലഹരികൾക്ക് അടിമകളാണ്. അതെങ്ങനെ സാറേ? നേരത്തെ ബിയറും വൈനും ചോദിച്ചപ്പോൾ ഞങ്ങളാരും കൈ പൊക്കിയില്ലല്ലോ, സാറിനെ പറ്റിച്ചല്ലോ. ബിയറും വൈനും ഗഞ്ചാവും ബ്രൗൺ ഷുഗറും മാത്രമല്ല ലഹരി. അതുകൊണ്ടാണ് പ്രവാചകനായ നബി തിരുമേനി പറഞ്ഞത് എല്ലാത്തരം ലഹരികളും നിഷിദ്ധങ്ങളാണ് എന്ന്. എന്താണ് ലഹരി എന്നറിയാമോ? ദാ ഈ എഴുതിയിട്ടിരിക്കുന്നതാണ് ലഹരി. ബുദ്ധിയുണ്ടെങ്കിൽ ആലോചിക്കും. ഇത് ക്രമത്തിലധികമാകുമ്പോൾ, ഇത് അമിതമാകുമ്പോൾ ലഹരിയായി മാറുകയും നിന്റെ മക്കളെ വഴിതെറ്റിക്കാൻ പിശാച് കണ്ടെത്തിയ സാധനങ്ങളുമാണ്. ഇതിനകത്ത് ഒരെണ്ണമില്ല നല്ലത്. ബുദ്ധി, ഭയങ്കര ബുദ്ധിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ പുതിയ തലമുറയിൽ പലർക്കും ഉള്ളത് വക്രബുദ്ധിയായി പോകുന്നു. 98-ാം സൂറത്ത്. ആ വക്രബുദ്ധിക്കാരനാണ് പടച്ചോൻ പണി തരാൻ പോകുന്നത്. എന്താണ് പണിയെന്നറിയാമോ? നിന്നെക്കാൾ വക്രബുദ്ധിയുള്ള 2 മക്കളെ തന്നായിരിക്കും ദൈവം നിന്നെ പീഡിപ്പിക്കുന്നത്. അതിന്റെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. ഇല്ലെങ്കിൽ ഇന്ന് മാനസാന്തരമുണ്ടായി ഏറെ ശുദ്ധീകരിക്കുകയും പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് അകത്തേറെ ശുദ്ധീകരിച്ചാൽ പശ്ചാത്തപിക്കുന്നവനോട് ദൈവത്തിന് ഏറെ കൂടുതൽ ഇഷ്ടമാണ്. അല്ലാതെ 5 നേരം നിസ്കരിച്ചതുകൊണ്ടും നോമ്പനുഷ്ഠിച്ചതുകൊണ്ടും അമ്പലത്തിലും പള്ളിയിലും പോയി തേങ്ങയുടച്ച് വഴിപാട് നടത്തി പായസം നേർന്നതുകൊണ്ടും മെഴുകുതിരി ചാക്ക് കണക്കിന് കെട്ടിച്ചാലൊന്നും പടച്ചോൻ അനുഗ്രഹിക്കില്ല സഹോദര. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് വൃത്തി വേണം. അകത്ത് വൃത്തി ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ആലോചിച്ച് നോക്ക്. ഇവിടെ ഇത്രയും നിങ്ങൾക്കൊരു കുറവില്ല. എത്ര ലക്ഷം രൂപ ചെലവാക്കിയാണ് ഇവർ ഈ പ്രോഗ്രാം നടത്തുന്നതെന്നറിയാം. ഇവിടെ മതപ്രഭാഷണ പരമ്പര ഉൾപ്പെടെ ഈ നാട്ടിൽ എന്തെല്ലാം ഗുണങ്ങൾ ഇവർ ചെയ്യുന്ന, എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണെന്ന്. നീ പെപ്സിയും കൊക്കോക്കോളയും തംസപ്പും ചിക്കനും മട്ടനും ബിരിയാണി നീ ആവശ്യം പോലെ പലതും കഴിക്കുന്നു. മട്ടൻ ഇല്ലെങ്കിൽ ചിക്കൻ ആവട്ടെ, ഫിഷ് ആവട്ടെ. പക്ഷെ എൻ്റെ ചോദ്യം, നീ കഴിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു പിടി നിന്നെ 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്നുകൊണ്ട് നടന്ന് നിന്നെ നൊന്ത് പ്രസവിച്ച, ഖുർആൻ പറയുന്നു 2 വർഷക്കാലം ഉമ്മ മക്കൾക്ക് പാല് കൊടുക്കണമെന്ന്. ആ രക്തം പാലാക്കി മാറ്റി അത് മുഴുവൻ വലിച്ചു കുടിച്ചിട്ട് നീ ഒരുള്ള ചോറെങ്കിലും നിന്റെ അമ്മയ്ക്ക് നീ കൊടുത്തിട്ടുണ്ടടാ മോനെ ഇതുവരയ്ക്കും? ഇരിക്കുന്ന നിങ്ങളായ പ്രായപൂർത്തിയുള്ള അച്ഛന്മാരോടും ഇതേ ചോദ്യമാണ്. നിങ്ങൾക്കും ഒരു ഉമ്മയുണ്ടായിരുന്നു, അതും കൂടെ പരിശോധിക്കണം. നിന്റെ ഉമ്മ പൊറുക്കാതെ, ആ ആത്മാവ് പൊറുക്കാതെ നീ എത്ര പ്രാർത്ഥിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ നിരന്തരം പഠിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ പഠിച്ചിട്ട് പറയുന്നു, കാണാപ്പാടം പഠിക്കുന്നവനല്ല. അതുകൊണ്ടാണ് പ്രവാചകനായ നബി തിരുമേനി പറഞ്ഞത്, ഖുർആൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ആശയമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താത്തവൻ കഴുത ഭാരം ചുമക്കുന്നതിന് തുല്യമാണ് എന്ന്. അങ്ങനെ ആവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ പെറ്റ അമ്മയെ കൂടെ ഒരു സെക്കൻഡ് നേരം ആലോചിക്കും. എന്നിട്ട് ഇപ്പോഴത്തെ പെറ്റമ്മമാരെ മക്കൾ അടിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം പെറ്റമ്മയെ കൂടെ ആലോചിക്കും. ആ പെറ്റമ്മയ്ക്ക് നീ എന്ത് നന്മ കൊടുത്തു? പണമൊന്നും വേണ്ട, നീ കഴിക്കുന്നതിൽ നിന്ന് ഒരു പിടി ആ ചിക്കനും മട്ടനും അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന നൂഡിൽസും പെപ്സിയും തംസപ്പും കൊക്കോക്കോളയും ഒക്കെ നിങ്ങൾക്ക് നിന്റെ പ്രവാസിയായ അച്ഛൻ മുണ്ടിറുക്കി കൊടുത്ത് വാങ്ങിച്ചു തന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ അദ്ദേഹം തന്നത് മുഴുവൻ നീ വിഴുങ്ങുമ്പോൾ, ദാ വാപ്പ ഞാനൊന്ന് നിങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് കരുണയുടെ കണ്ണുകളും നന്മയുടെ ഹൃദയവും ഉണ്ടാക്കാൻ കഴിയാതെ നീ ഓടി നടന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തുണ്ടടാ? ഖുർആൻ പറയുന്നു, സത്യനിഷേധികൾ അത് നരകത്തിൽ കത്തിക്കാനുള്ള വിറവ് കൊള്ളികളായി ചാരി വെച്ചേക്കുകയാണെന്ന്. ഈ സൗന്ദര്യമൊന്നും ഉപയോഗം ഉണ്ടാവില്ല മോളെ. മുഖത്തെ സൗന്ദര്യത്തെക്കാൾ ഏറ്റവും പ്രധാനം അകത്തെ സൗന്ദര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അകത്തെ സൗന്ദര്യമുണ്ടെങ്കിൽ നിന്നോടൊപ്പം ദൈവം വരും. അപ്പൊ ഇവിടെ കുറച്ചുപേരെ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ ദൈവം സ്പർശിക്കും, ഉറപ്പായി സ്പർശിക്കും. മെജോറിറ്റിയും തുടക്കത്തിൽ സ്പർശിക്കില്ല. അത് ആർക്കൊക്കെയാണെന്ന് വ്യക്തമായി അറിയുകയും ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദൈവം സ്പർശിക്കുന്ന ആളിനെ എങ്ങനെ തിരിച്ചറിയാം സാർ? ഇത്ര മാത്രം നോക്കിയാൽ മതി. അവരുടെ കണ്ണുകളിൽ നിന്ന് ചില സാധനങ്ങൾ ഒഴുകിയിറങ്ങുന്നത് കാണാം. അതിനുവേണ്ടിയാണ് ആദ്യം നിങ്ങളോട് ഇടതുവശവും വലതുവശവും തിരിഞ്ഞു നോക്കാൻ ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം കണ്ണിൽ പരിഹാസവും പുച്ഛവും അഹങ്കാരവും പിന്നെ ഇന്നലെ വരെ കണ്ട അശ്ലീല വീഡിയോകളും വൃത്തികേടുകളും ആ വരച്ചിട്ടേക്കുന്ന എഴുതിയിട്ടേക്കുന്ന ലഹരികളും കൊണ്ട് അകം നിറഞ്ഞിരിക്കുകയാണ്. അകം മുഴുവൻ പോകാതെ, അകത്തെ മാലിന്യം മുഴുവൻ പോകാതെ
നിന്റെ കണ്ണുകളിൽ ഒരു തുള്ളി ജലം പോലും ഉണ്ടാകില്ല മോനെ. വിശുദ്ധ ഖുർആൻ 91 സൂറത്ത് പറയുന്നു, ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്നവൻ വിജയം പ്രാപിച്ചിരിക്കുന്നു, ആത്മാവിനെ മലിനപ്പെടുത്തിയവൻ പരാജിതനായിരിക്കുന്നു. ആരും മൊബൈലും പോയി തപ്പുകയൊന്നും വേണ്ട. 480 പ്രാവശ്യം തലകുത്തിയിരുന്ന് വായിച്ചും പഠിച്ചും ചിന്തിച്ചും ആരും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടല്ല ഞാനിതെല്ലാം പഠിച്ചെടുത്തത്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം. ഞാനും അഹങ്കാരിയായിരുന്നു, നിഷേധിയായിരുന്നു. കുറെ ഡിഗ്രികൾ ഉള്ളത് കൊണ്ടും കേരള യൂണിവേഴ്സിറ്റി റാങ്ക് ഉള്ളത് കൊണ്ടും കോളേജിലെ അധ്യാപകനൊക്കെ ആയതുകൊണ്ടും ഞാൻ മുഴുത്ത അഹങ്കാരിയായിരുന്നു, ഭയങ്കര അഹങ്കാരിയായി. അങ്ങനെ അഹങ്കാരിയായ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയണ്ടേ? കേൾക്കണ്ടേ? പടച്ചോന്റെ ഗിഫ്റ്റ് തന്നു. 2001 ഞാൻ കല്യാണം കഴിച്ചു. 2005 എനിക്ക് 2 മക്കളായി, 2 മരിച്ചു, ഭാര്യയും. അഹങ്കാരിയുടെ ഭവനം പടച്ചോൻ തകർക്കും എന്ന് ഞാൻ വേദത്തിൽ വായിച്ചിട്ടുണ്ട്. മക്കളെ, എപ്പോഴാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ ദൈവം അദ്ദേഹത്തിന്റെ സേവകനായി ഈ ദാസപ്പണിക്ക് പറഞ്ഞയക്കാൻ കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ വാക്ക് പറഞ്ഞാൽ അത് നല്ലതിന് കൃത്യമായി പാലിക്കും, ആത്മാർത്ഥത കൂടുതലായിരുന്നു. ശബ്ദം ഉണ്ടാവരുത്. ചെറുതിലെ ശൈശവത്തിലെ കുട്ടികളെ നിങ്ങൾ അഴിച്ചുവിട്ട് വളർത്തുന്നു. അത് കഴിഞ്ഞ ഒരു ബാല്യം എന്ന 10 വയസ്സുവരെയും നിങ്ങൾ അഴിച്ചുവിട്ട് വളർത്തുന്നു. ജർമ്മൻ ഷെപ്പേർഡ് പട്ടിക്കുട്ടിയെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്ത് വളർത്തും. എൻ്റെ വീട്ടിൽ പട്ടിക്കുട്ടിയെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ട്രെയിനിങ് കൊടുക്കാതെ ഞാൻ ഹോർലിക്സും ബോൺവിറ്റയും കൊടുത്ത് അഴിച്ചുവിട്ട് വളർത്തും. കുറെ കഴിയുമ്പോൾ നാട്ടുകാർ എൻ്റെ പട്ടിയെ തല്ലിക്കൊന്നിട്ടേക്കുന്ന കാണാം. അനുസരണയുള്ള പട്ടി കൃത്യമായി അനുസരിക്കുന്നതും കാണാം. അങ്ങനെ ശൈശവത്തിലും ബാല്യത്തിലും ഉമ്മയും വാപ്പയും കുട്ടിവാപ്പയും വലിയ വാപ്പയും അച്ഛനും അമ്മയും കൂടെ മക്കൾക്ക് നിയന്ത്രണമില്ലാതെ അഴിച്ചുവിട്ട് വളർത്തിയിട്ട് മക്കൾ 10ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് +1 +2 എന്ന കൗമാര പ്രായത്തിലേക്ക് കയറുമ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും. നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. നീ എവിടെന്ന് ശൂന്യാകാശത്ത് നിന്ന് വന്നു? ശൈശവത്തിലും ബാല്യത്തിലും അഴിച്ചുവിട്ട് കൊച്ചല്ലേ കുട്ടിയല്ലേ കൊച്ചല്ലേ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അഴിച്ചുവിട്ട് വളർത്തിയിട്ട് 12 വയസ്സിലും 13 വയസ്സിലും 15ലും 16ലും മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢികളായിട്ടുള്ള ഉമ്മമാരും വാപ്പമാരും അച്ഛന്മാരും അമ്മമാരും ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ഉള്ളതിന്റെ ഫലമാണ് നമ്മുടെ മക്കളിൽ പലരും നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ആരും അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? +2 പരീക്ഷ കഴിഞ്ഞ് മെഡിസിന്റെയും IITയുടെയും എൻട്രൻസ് പരീക്ഷകൾ എഴുതുമ്പോൾ 8 നിലയിൽ പൊട്ടുന്ന അവസ്ഥയിൽ വരുമ്പോൾ മനസ്സിലായി. PSC എഴുതുമ്പോൾ കിട്ടാതാവുമ്പോൾ മനസ്സിലായി. പിന്നെ ഇസ്ലാം സഹോദരങ്ങളായതുകൊണ്ട് വിചാരിക്കും ഗൾഫിലേക്ക് അയക്കാം എന്ന്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്. കാരണം ഇവിടത്തെ തല്ലിപ്പൊളികളെയൊക്കെ ഗൾഫിലേക്ക് കയറ്റി വെച്ചിരുന്ന ഒരു കുറെ കാലങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഗൾഫിലുള്ള അറബികൾ മിടുക്കന്മാരായി കഴിഞ്ഞു. കേരളത്തിലുള്ള വിഡ്ഢികളെ ഒന്നും വേണ്ട, ഉഴപ്പന്മാരെ ഒന്നും വേണ്ട, മണ്ടന്മാരെ ഒന്നും വേണ്ട. നല്ല കിടിലമായി വർക്ക് ചെയ്യുന്ന പിള്ളേരെ അറബികൾക്ക് അവിടെ നന്നായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഗൾഫിലും വലിയ ചാൻസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടാവണമെങ്കിൽ നിന്റെ മുഴുവൻ കഴിവും നീ പുറത്തെടുത്ത് പ്രവർത്തിക്കേണ്ടി വരും. ആലോചിക്ക് നന്നായിട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കണ്ടു. കുറച്ച് കഴിയുമ്പോൾ കണ്ണുകൾ നോക്കുക. നിങ്ങളുടെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുന്ന ആരുടെയെങ്കിലും കണ്ണുകളിൽ നിന്ന് എന്തെങ്കിലും ചില സാധനങ്ങൾ ഒഴുകി വരുന്നെങ്കിൽ നീ ഓർത്തോളൂ, ആ വ്യക്തിയുടെ ആത്മാവിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ, ഹൃദയത്തിൽ അള്ളാഹു സ്പർശിച്ചു തുടങ്ങി എന്ന്. അള്ളാഹു സ്പർശിക്കാത്രത്തോളം കാലം, ദൈവം സ്പർശിക്കാത്രത്തോളം കാലം നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരില്ല മോളെ. അതാണ് ഇന്നത്തെ കുറെ പുരോഗമന ആശയക്കാര് പറഞ്ഞു തന്ന് കയറ്റിവിടുന്നത്. വീട്ടിൽ പോയി ഗുസ്തി കൂടിക്കൊള്ളണം, അമ്മയും അച്ഛനെയും വരച്ചവരെ നിർത്തിക്കൊള്ളണം, പിടിവാശി കാണിച്ചോളണം, നിർബന്ധ ബുദ്ധി കാണിച്ചോളണം. ഈ നിർബന്ധ ബുദ്ധിയും പിടിവാശിയുമുള്ള മക്കൾ അറിയുന്നില്ല നീ നാശത്തിൽ ഒതുങ്ങുമെന്ന്. 5 കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫ്ലവർ കാണിച്ചു. മണമുള്ളതിനെയാണ് നാട്ടുകാർ ഇഷ്ടപ്പെടുന്നത്. മണം നിങ്ങളിൽ ഒരാളിന് പോലും ഗുണമില്ല. ആലോചിച്ചു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് എനിക്കറിയണ്ട, ഗുണമുണ്ടാകണം. 5 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 5 കാര്യങ്ങൾ. 1, എന്റെ ആഗ്രഹം കാർഗിലിലെ ഒരു കുട്ടിക്ക് പോലും ക്യാൻസറും ഡിസബിലിറ്റീസും ഉണ്ടാകരുത് എന്നാണ്. നിങ്ങൾക്കും ക്യാൻസർ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് ഡിസബിലിറ്റി ഉണ്ടാകാൻ പാടില്ല. ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് ക്യാൻസർ.
2020 3 വർഷത്തിനകത്ത് ഇരിക്കുന്ന 20 പേരിൽ ഒരാൾ വെച്ച് ക്യാൻസറാണ്. 20 പേരിൽ വെച്ച് ഒരാൾ. അപ്പൊ ഇതിനകത്ത് ആലോചിച്ച് നോക്കിയാൽ മതി, 100 പേര് ഇരിപ്പുണ്ടെങ്കിൽ എത്ര പേരുണ്ടാകും? 20 പേരിൽ ഒരാൾ, 5 പേർ. അങ്ങനെ 1000 പേര് ഇരിപ്പുണ്ടെങ്കിൽ അത്രയും പേർ വളരെ പെട്ടെന്ന് ക്യാൻസറിലേക്ക് എത്തും. മോള് +2 ബയോളജി ജനറ്റിക്സ് എന്ന് പറയുന്ന പാഠം പഠിച്ചു കഴിഞ്ഞു, ശരിയല്ലേ? അതിനകത്ത് നീ തന്നെ പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ സെല്ലുകളിൽ ക്യാൻസർ വരുത്തുന്ന ജീൻ പ്രോട്ടോ ഓങ്കോ ജീൻ എന്ന് പറയുന്ന പേരിൽ ഇരിപ്പുണ്ടെന്ന്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? നമ്മുടെ ക്രോമസോം 46 എണ്ണം. ശരിയാണോ തെറ്റാണോ? ഉറക്കപ്പറ. ശരിയാണ്. +2 ബയോളജി ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും? നേരെ കൈവെക്കൂ, നേരെ കൈവെക്കൂ. സന്തോഷം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. 46 ക്രോമസോമിൽ അമേരിക്കൻ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കണ്ടുപിടിച്ചു നമ്മുടെ ഓരോ കോശത്തിലും 50,000 ജീനുകളുണ്ട് എന്ന്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഉറക്കപ്പറ. ഇതാണ് പുരോഗമനം. അറിവ് വർദ്ധിപ്പിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് നീ അറിവ് വർദ്ധിപ്പിക്കണം എന്നാണ് ഖുർആന്റെ ആശയം പഠിപ്പിക്കുന്നത്. ഇവിടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് പകരം എങ്ങനെ പണം ഉണ്ടാക്കാം, പണം. അതുകൊണ്ടാണ് 100-ാം സൂറത്തിൽ പറഞ്ഞിരിക്കുന്നത് പണത്തിനോട് നിങ്ങൾക്ക് ഏറെ ആർത്തിയാണെന്ന്. ആ ആർത്തി ഇല്ലാത്തവരാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത്. പണത്തിനോട് നിങ്ങൾ അമിതമായി കൊതി കാണിക്കുന്നു എന്നാണ് 98-ാം സൂറത്തിൽ 88-ാം സൂറത്തിൽ പറയുന്നത്. അതെവിടെ ആവട്ടെ, പക്ഷെ പണത്തിന് മാത്രം ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കേണ്ടത്, അറിവിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമെന്നുള്ളവർ കൈപൊക്കിയേ. പൊക്കിയില്ലെങ്കിൽ ഇതാ ഖുർആൻ ആയത്ത്. വിശുദ്ധ ഖുർആൻ 12-ാം സൂറത്തിൽ പറയുന്നു ഒരായത്ത്, നീ എത്രയെല്ലാം സത്യങ്ങൾ പറഞ്ഞാലും ജനങ്ങളിൽ അധികം പേരും സത്യത്തിൽ വിശ്വസിക്കില്ല എന്ന്. അത് വളരെ സത്യമാണ്. എന്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്നറിയാമോ? രജിത് കുമാറിന് അറിയില്ല, പക്ഷെ ആശയവും അർത്ഥവും നന്നായിട്ട് അറിയാം. നീ എത്രയെല്ലാം സത്യങ്ങൾ പറഞ്ഞാലും ജനങ്ങളിൽ അധികം പേരും സത്യത്തിൽ വിശ്വസിക്കില്ല. എൻ്റെ മക്കളെ, സത്യത്തിൽ വിശ്വസിച്ചാൽ നിന്റെ ജീവിതം ഇന്ന് ഈ ഷോ കഴിയുന്നോടെ നാളെ മുതൽ ഒരു പുതിയ ജീവിതമായിരിക്കും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നീ വീണ്ടും ഇന്നലെ വരെ പോയതുപോലെ തന്നെ വണ്ടി ഓടിക്കും. ഏത് വണ്ടി? റൂഹിന് സഞ്ചരിക്കാനുള്ള നിന്റെ ഈ വണ്ടിയായ ശരീരം, വാഹനം. അത് ചുമ്മാ ഓടിക്കൊണ്ടേയിരിക്കും ഉപയോഗമില്ലാതെ. ദാ കാണ്. ഒന്ന്, എൻ്റെ ആഗ്രഹം ഈ ഷോ പങ്കെടുക്കുന്നവർക്കാർക്കും ക്യാൻസർ ഉണ്ടാകരുത്. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുകയും വീട്ടിൽ പോയിട്ട് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും കൂടെ വേണം. നീ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ദൈവം നിനക്ക് കൂടുതൽ തരുന്നത്. അല്ലാതെ എല്ലാം ഇനി എനിക്ക് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വരില്ല. 2, എൻ്റെ ആഗ്രഹം നിങ്ങളുടെ മക്കൾ പരീക്ഷകളിൽ വിജയിക്കണം എന്നാണ്. എക്സാമിൽ സക്സസ്, വിജയം. 3, നിന്റെ മക്കൾക്ക് ഭാവിയിൽ നല്ല മക്കൾ ജനിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകരുതെന്ന്. ഇതല്ല, ഡിസേബിൾഡ് ആയ കുട്ടികൾ ഉണ്ടാകരുത്. 4, എൻ്റെ ആഗ്രഹം ഈ കോമ്പൗണ്ടിനകത്തിരിക്കുന്ന ആർക്കും ഡൈവേഴ്സ് എന്ന് പറയുന്ന വിവാഹബന്ധം വേർപെടുത്തൽ ഉണ്ടാകരുത് എന്നാണ്. ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ. കുറെ പേർ വേർപെടുത്തുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ വീട്ടിനകത്ത് ഡൈവേഴ്സ് പോലെയാണ് ജീവിക്കുന്നത്. ഒന്നുകിൽ 2 മുറിയിൽ, അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിൽ തെക്കും വടക്കും. അതും ഡൈവേഴ്സിന് തുല്യം തന്നെയാണ്. ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചാൽ മനസ്സിലാകും, മറക്കണ്ട. ആൻഡ് അവസാനം 5, എൻ്റെ ആഗ്രഹം ഇതിലൊരാളിനും മെന്റലാവരുത് എന്നാണ്. ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് മെന്റൽ പേഷ്യൻസിന്റെ കാര്യത്തിൽ. ഭ്രാന്ത്. നമ്മൾ ഈ 5 എണ്ണം പരിശോധിക്കുമ്പോൾ ഈ ഷോ തീരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇതിനകത്ത് ഏതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. അതുറപ്പാണ്. ഇത് കിട്ടാതിരിക്കണമെങ്കിൽ ശ്രദ്ധിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക. റെഡിയല്ലേ? സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടെ നന്മയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു, ഈ ചുറ്റുവട്ടത്തും ഗഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, ബ്രൗൺ ഷുഗർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന്. അത് ശരീരത്തിനെ നശിപ്പിക്കുന്ന ലഹരി. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന മോഹൻലാൽ, മമ്മൂട്ടി, സിനിമാക്കാരും സിനിമാ നടികളും നടന്മാരും നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ലഹരി. നീ മമ്മൂട്ടിയെ പോലെ ആകാൻ ആഗ്രഹിക്കും. മമ്മൂട്ടി നിനക്ക് ആഗ്രഹമാണെങ്കിൽ നീ ദുൽഖർ സൽമാനേക്കാൾ മിടുക്കനായി അഭിനയിക്കാൻ നിനക്ക് കഴിയണം. ഞാൻ സ്റ്റേജ് ഐറ്റം ചോദിച്ചു, നിനക്ക് കണ്ട് പോസ്റ്റർ ഒട്ടിക്കാനും കൈയടിക്കാനും മാത്രമേ താല്പര്യമുള്ളൂ.
നീ എങ്ങനെ പടച്ചോന് വേണ്ടി പ്രവർത്തിക്കും? കണ്ട സിനിമാക്കാരന്മാരുടെ പോസ്റ്റർ ഒട്ടിച്ച് അവന്മാർക്ക് കൈയൊടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമാണോ ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ആലോചിക്കും. നിങ്ങൾ ഈ മാതാപിതാക്കൾ ഗൾഫിൽ പോയി, അല്ലെങ്കിൽ വാപ്പമാര് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മക്കൾ കൊണ്ടുവന്ന് സിനിമാക്കാരന്മാർക്ക് കൊടുത്തിട്ട് സിനിമാക്കാരന്മാർ ലക്ഷക്കോടി കോടിക്ക് ആവുന്നു. എനിക്കത് വിരോധമില്ല കേട്ടോ. പക്ഷെ എൻ്റെ ആഗ്രഹം നിന്റെ മകനും കൂടെ ഭാവിയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയായി മാറണം. ചോദിച്ചു, ആലോചിക്കും. അപ്പൊ നിങ്ങൾക്ക് അഭിനയിക്കണമെന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ആയിക്കൊള്ളൂ. എങ്കിൽ നിങ്ങൾ മമ്മൂട്ടിയേക്കാൾ ഗംഭീരമായിട്ട് അഭിനയിക്കണം. അഭിനയിക്കാൻ താല്പര്യമില്ല എങ്കിൽ പിന്നെ നീ കാജൽ അഗർവാളിന്റെ പുറകെ നടന്നാൽ അർത്ഥം എന്താ? നീ കാജൽ അഗർവാളിന്റെ പിശാച് ഇതുവഴിക്ക് പോയിരിക്കണം. കാജൽ അഗർവാളും തമന്നയെന്നും നിങ്ങൾ പറഞ്ഞു. അതിന്റെ മുഖമാണ് നിങ്ങളുടെ മുഖങ്ങളിൽ നോക്കിയാൽ. കാരണം അവരെ അനുകരിക്കാനുള്ള ഒരു തത്രപ്പാടാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ പണം വാങ്ങിക്കുന്ന പല പല സിനിമാ നടികളും അവർക്ക് സ്വർഗം എന്ന് പറയുന്ന ദൈവത്തിൻ്റെതായ രാജ്യത്തിലേക്കുള്ള പ്രവേശനം കിട്ടുമോ ഇല്ലയോ എന്ന് നീ നിന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്ക്. ഏത് തരത്തിലും പണം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. അപ്പം എന്ത് രീതിയിലും പണം ഉണ്ടാക്കി പണം നാണക്കേടും മാനക്കേടും തീർക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും കൂട്ടുകാരികൾ നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ, മോളെ, മേക്കപ്പിലും വേഷം കെട്ടിലും അല്ല യഥാർത്ഥത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നത്, അകത്തുള്ള നന്മയിലാണ്. ആ നന്മ നിങ്ങളോട് ചോദിക്കാനാണ് നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകുന്നത്. നിന്റെ സ്കൂളിൽ നിന്റെ കൂട്ടുകാരന്മാർ, നല്ല ഫ്രണ്ട്സ് നല്ലത് തന്നെയാണ്. മോശപ്പെട്ട ഫ്രണ്ട്സിനെ മാത്രം മാറ്റിയാൽ മതി. നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഉരുക്ക് കോട്ടയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ഞാനും പലരുടെയും നല്ല ഫ്രണ്ടാണ്. പക്ഷെ ഒരു നല്ല ഫ്രണ്ട് എങ്ങനെ ഇരിക്കും? ഒരു നല്ല ആൺകുട്ടി ആരാണ്? ഇവിടെ കുറെ ആൺകുട്ടികൾ 24 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരന്മാരുണ്ട്. അവരെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നിനക്ക് ജനിക്കാൻ പോകുന്ന, നിങ്ങളിൽ കുറെ പേർക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ എന്ന അടുത്ത തലമുറ അതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ അത് ഏത് രീതിയിലുള്ള മിടുക്കൻ കുട്ടികളാക്കാം എന്നും സൂത്രം എനിക്കറിയാം. വേണമെങ്കിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. തൊട്ടിരിക്കരുത് എന്ന് പറഞ്ഞിടത്ത് തോളിക്കൈയിട്ട് നിൽക്കുന്ന നീ ഞാൻ പറഞ്ഞാൽ മുഴുവൻ കേൾക്കൂല മോനെ. ഐ ആം സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ കൂടെ പടച്ചവനുണ്ട് ഇവിടെ, ഈ ഹാളിൽ, ഈ സ്റ്റേജിൽ, ഈ പുരയിടത്തിൽ, ഇതിനകത്ത്. ദെൻ വൈ ഷുഡ് ഐ വറി? എനിക്കെന്തിനാ ടെൻഷൻ? ഞാൻ കള്ളം പറയില്ല, ആരെയും പറ്റിക്കത്തുമില്ല. അപ്പൊ നമ്പർ 1 എന്താ ഞാൻ പറഞ്ഞു വന്നത്? നല്ല ഫ്രണ്ട് ആര്? ഒരു നല്ല ആൺകുട്ടിയായിരുന്നു ഞാൻ എൻ്റെ പെൺമക്കൾക്ക് പറഞ്ഞു തരാം. നിങ്ങളെ ഞാൻ എൻ്റെ മക്കളെ പോലെ കരുതിയാണ് പറയുന്നത്. സോ ഐ ആം സ്ട്രോങ്. ഒരു നല്ല പുരുഷനാര്, ഒരു നല്ല ആൺകുട്ടിയാര്, ഞാനത് പറയാം. നിനക്ക് ഇഷ്ടപ്പെട്ട എടുക്കാം. മനസ്സിലായോ? ഇനി നാളെ മുതൽ നിന്റെ അടുത്ത് വരുന്ന ഏത് ഫ്രണ്ട്സ് ആയാലും ശരി, ബാക്കി ആരായാലും ശരി, ഈ പറയുന്ന ക്വാളിറ്റി ആ പുരുഷന്മാരിലും ആണുങ്ങളിലും ആൺകുട്ടികളിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവരെ നീ അല്പമെങ്കിലും അടുപ്പിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താൻ നിനക്ക് ശക്തി ഉണ്ടാകണം. കേരളത്തിൽ പയ്യന്മാർ ക്യൂ നിന്ന് പീഡിപ്പിക്കുന്നൊന്നുമില്ല. കുറെയൊക്കെ നമ്മളും കൂടെ അങ്ങോട്ട് ചെന്ന് ചില പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്ന സ്ഥലത്താണ് ചില പ്രോബ്ലം ഉണ്ടാകുന്നത്. ഞാൻ പോലീസിന്റെയും എക്സൈസിന്റെയും കൗൺസിലറും കൂടെയാണ്. ഒരു നല്ല ആൺകുട്ടിയായിരുന്നു ചോദിച്ചാൽ സ്വന്തം മാതാപിതാക്കളോട്, ഉമ്മയോടും വാപ്പയോടും കള്ളം പറയാത്ത, സ്വന്തം മാതാപിതാക്കളെ തറയെ വെക്കാതെ നോക്കുന്ന, സ്വന്തം സഹോദരങ്ങളെ മരിച്ച് സ്നേഹിക്കുന്ന, കൂടെ പഠിക്കുന്ന കുട്ടിയെ പഠിത്തത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് താൻ ചെയ്ത നന്മകളെ ഓർത്ത് സന്തോഷിക്കുകയും എന്നാൽ താൻ ചെയ്ത തിന്മകളെ ഓർത്ത് ദുഃഖിക്കുകയും അലറി വിളിച്ച് പൊട്ടിക്കരയുകയും ചെയ്യുന്ന, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കരയുന്ന ആൺകുട്ടികളെയും പുരുഷന്മാരെയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ നിനക്ക് വിശ്വസിക്കാം. കാരണം അവരിൽ മാത്രമേ നന്മയുള്ളൂ. ഒന്ന് കരയാൻ പറഞ്ഞു നോക്കിയാൽ ഇപ്പൊ ആരോടെങ്കിലും? പലവന്മാർക്കും കരയാൻ കഴിയില്ല. പുരുഷൻ കരഞ്ഞൂടത്രയെന്ന് ആരോ പഠിപ്പിച്ചേക്കുകയാണ്. ആൺകുട്ടി കരയാൻ പാടില്ല അത്രേ, ആരും കരയാൻ പാടില്ല. പക്ഷെ നന്മയ്ക്ക് വേണ്ടി ഒരു കരച്ചിൽ. എന്തിന്? എൻ്റെ ഉമ്മയെ ഞാൻ കഴിഞ്ഞ കുറെ നാളുകൊണ്ടേ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നാലോചിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ആ തെറ്റിനെ കുമ്പസരിക്കുന്ന പോലെ, പ്രായശ്ചിത്തം ചെയ്യുന്ന പോലെ, പശ്ചാത്തപിക്കുന്ന പോലെ ആക്കിക്കൊണ്ട് അലറി വിളിച്ച് കരയാൻ നിനക്കിന്ന് കഴിഞ്ഞാൽ നീ നാളെ മുതൽ നിനക്ക് മറ്റൊരു റിസൾട്ട് ആയിരിക്കും വരിക. അതുകൊണ്ട് എൻ്റെ പെൺമക്കളെ,
മേക്കപ്പ് ഇട്ട് അന്യഗ്രഹ ജീവികളെ പോലെ കുറെ പയ്യന്മാർ നിങ്ങളുടെ സ്കൂളുകളിലും കോളേജിലും കാണും, കണ്ടിട്ടില്ലേ? മുടിയൊക്കെ ഇങ്ങനെ ഏതോ ഭ്രാന്തന്മാരെ പോലെ വെട്ടിവെച്ച് മൃഗങ്ങളെ പോലെ, ഏലിയൻസ്, അന്യഗ്രഹ ജീവി. ഇവന്മാര് അടിമകളാണ്. ഇവന്മാര് പടച്ചോന്റെ അടിമയല്ല. ഇവന്മാര് ഏതൊക്കെ ഫുട്ബോളുകാരന്മാരുടെ അല്ലെങ്കിൽ കളിക്കാരന്മാരുടെ വേറെ പലരുടെയൊക്കെ അടിമകളാണ്. ശരിയല്ലേ? ആലോചിച്ച് നോക്ക്. അങ്ങനെ കണ്ടവരുടെ അടിമയായി നടക്കുന്ന ഒരു പയ്യൻ എങ്ങനെ നിന്നെ തറയെ വെക്കാതെ നോക്കും? അവൻ ഒന്നിൽ ദൈവത്തിന്റെ അടിമയായിരിക്കണം, രണ്ട് നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന നന്മയുള്ള മനസ്സുള്ളവനായിരിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണ്? ശരിയാണ്. അങ്ങനെ എടുക്കണം. അല്ലാതെ മേക്കപ്പ് അടിച്ച് നടക്കുന്നവൻ നാളെയും മറ്റന്നാളും മേക്കപ്പ് അടിച്ച് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. നന്നായി ആത്മാർത്ഥമായി പൊട്ടിക്കരയാൻ കഴിവുള്ള, നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നീ പഠിക്കണം, നീ ഉയരണം, നല്ല അറിവ് കരസ്ഥമാക്കണം എന്ന് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പയ്യനെ നിനക്ക് വിശ്വസിക്കാം. അല്ല വാടി, നമുക്ക് മൊബൈൽ കാണാം, ഫേസ്ബുക്ക് കാണാം, ഇന്ന സാധനം കാണാം, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, അവിടെ പോകാം, ഇവിടെ പോകാം, അടിച്ചു പൊളിക്കാം, ബൈക്കിന്റെ പുറകെ കയറ്, തട്ടവും കൂടെ മുഖത്തോടെ ഇട്ടോ, ആരും കാണൂല. പക്ഷേ ഖുർആൻ 6-ാം സൂറത്ത് പറയുന്നു, നീ ഒളിച്ചു ചെയ്യുന്നതും മറച്ചു ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നടാന്ന്. അപ്പൊ നീ ആരെയാ പറ്റിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പെൺമക്കളെ, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ഇനി ആൺകുട്ടികളും അറിയണം ആരാണൊരു നല്ല പെൺകുട്ടി. ഞാൻ പഠിച്ചു മനസ്സിലാക്കി, ഒരു നല്ല പെൺകുട്ടി ആര് എന്ന് ചോദിച്ചാൽ, സ്വന്തം മാതാപിതാക്കളെ, ഉമ്മയും വാപ്പയും അവരോട് കള്ളം പറയാത്ത, അവരോട് സത്യസന്ധത പുലർത്തുന്നു, മാതാപിതാക്കളെ തറയെ വെക്കാതെ നോക്കുന്നു, സ്വന്തം സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾ ഉൾപ്പെടെയുള്ള നല്ല പയ്യന്മാരെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു, അവന്റെ ജീവിത വിജയത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. എന്നിട്ട് അവൾ ചെയ്ത പ്രവർത്തനത്തിൽ നല്ലതിനെ ഓർത്ത് സന്തോഷിക്കുകയും ആ പെൺകുട്ടി ചെയ്ത തെറ്റുകൾ ഓർത്തിട്ട് നന്നായി അലറി വിളിച്ച് പൊട്ടിക്കരയുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അത്തരം സ്ത്രീകളെയും പെൺകുട്ടികളെയും പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം അവരുടെ ഉള്ളിൽ നന്മയുണ്ട്. എന്ത് കണ്ടിട്ടും പിടിവാശിയും ഒരു കുലുക്കവുമില്ലാത്ത ഹാർഡ് ഹാർട്ടഡ് ആൻഡ് ക്രൂവൽ മൈൻഡഡ് ആയിട്ടുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. വിശുദ്ധ ഖുർആൻ 22-ാം സൂറത്ത്. മനസ്സിൽ ദീനം ബാധിച്ചവരെയും ഹൃദയങ്ങൾ കടുത്തുപോയവരെയും അള്ളാഹു പിശാചിന്റെ ഇടപെടലിന് അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവരുടെ കാര്യം നീ നോക്കരുത് എന്ന്. മനസ്സിൽ ദീനം ബാധിച്ചവർ എന്താ സഹോദര? മനസ്സിൽ ദീനം ബാധിച്ചവർ സംശയരോഗികൾ. അവനെല്ലാ സംശയം, ഭാര്യ സംശയം, മക്കളെ സംശയം, കുടുംബ സംശയം, എല്ലാ സംശയം. അവൻ സംശയരോഗിയാണ്. അവനെ പിശാചിന്റെ അടുത്ത ആളാണ് അവൻ എന്നാണ് 22-ാം സൂറത്തിലൊരായത്തുണ്ട്. പിന്നെ ഹൃദയങ്ങൾ കടുത്തുപോയവർ. എന്ത് പറഞ്ഞാലും അവന് ഒരു ഫീലിങ്സും ഇല്ല. അവന് വാപ്പയോട് പെരുമാറാൻ അറിഞ്ഞൂടാ, ഉമ്മയോട് പെരുമാറാൻ അറിഞ്ഞൂടാ, സാറന്മാരോട് പെരുമാറാൻ അറിഞ്ഞൂടാ, മുതിർന്നവരോട് പെരുമാറാൻ അറിഞ്ഞൂടാ, ഉസ്താദിനോട് പെരുമാറാൻ അറിഞ്ഞൂടാ. ആകെ 15 വയസ്സും 16 വയസ്സും 18 വയസ്സേ ഉള്ളൂ. അവന് ആരെ ആദരിക്കാനും ബഹുമാനിക്കാനും അറിഞ്ഞൂടാത്ത കഥാപാത്രങ്ങൾ, നിഷേധികൾ. ഇവന്മാരുടെ മക്കൾ എങ്ങനെയിരിക്കും അടുത്ത തലമുറ? ഈ പറയുന്ന വ്യക്തികൾ വാപ്പമാരാവുമ്പോൾ ആ പിള്ളേർ തൊട്ടിലിൽ കിടന്ന് ഇവന്റെയൊക്കെ ചെവുക്കുറ്റിയിൽ തുപ്പും അടിക്കും. കാരണം ആ ജീനുകളാണ് ഈ മക്കളിലേക്ക് പോകുന്നത്. For every action there is an equal and opposite reaction. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്ടാ മോനെ. നീ ഒരു നന്മ ചെയ്താൽ ഖുർആൻ അതിന്റെ സിമ്പിൾ പറയുന്നു, നീ ഒരു നന്മ ചെയ്താൽ നിന്നെ തേടി നന്മ തന്നെ വരും. നീ ഒരു തിന്മ ചെയ്താൽ നീ ഏതു ഗുഹയെ പോയി ഒളിച്ചാലും നിന്നെ തേടി ആ തിന്മ കൃത്യമായി വന്നിരിക്കും, പിടിച്ചിരിക്കും. നീ ഒരു നന്മയിൽ പങ്കാളിയായാൽ തത്തുല്യമായ നന്മ ഞാൻ നിനക്ക് തരും. എന്നാൽ നീ ഒരു നന്മ ചെയ്താലോ അതിന്റെ 20 ഇരട്ടി നിനക്ക് നന്മ ലഭിച്ചിരിക്കും എന്ന്. ഇന്ന് ഈ പ്രോഗ്രാം നടത്തുന്ന സംഘാടകരുടെ കാര്യം നിങ്ങൾ നോക്കിക്കൊള്ളൂ. ഇതൊരു നന്മയുള്ള പ്രവൃത്തിയായിട്ടാണ് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇതിന്റെ സംഘാടകരുടെ കുടുംബത്തിലേക്ക് ദൈവം ഏറെ അനുഗ്രഹിച്ചു കൊടുക്കും. ഇത് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്, മറക്കണ്ട. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നീ എന്ത് നന്മയാ ഇന്നലെ വരെ നിന്റെ വാപ്പയ്ക്ക് വേണ്ടി ചെയ്തത്, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്തത്? മറക്കണ്ട. അപ്പം നല്ല ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കണ്ടുപിടിക്കാനുള്ള വഴി മനസ്സിലായല്ലോ. അല്ലാതെ വേഷം കെട്ടി അഭ്യാസം കാണിച്ച് ഇപ്പൊ കുറെ എണ്ണം ഉണ്ട്,
ലൈസൻസ് എടുക്കാൻ പോലും പ്രായമാകാത്ത 15ഉം 16ഉം വയസ്സുള്ള പിള്ളേർ വാപ്പയുടെ ഉമ്മയുടെ അല്ലെ കൂട്ടുകാരന്മാരുടെയും ഒക്കെ പണവും ബൈക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് JCB പോലുള്ള ഡൂക്ക് ബൈക്കുകളിൽ റോക്കറ്റ് പോലെ ഓടും. വഴി പത്രം എടുത്ത് നോക്കിയാൽ ബൈക്ക് തമ്മിൽ ഇടിക്കുന്നു, പിള്ളേർ താഴെ വീഴുന്നു, മയ്യത്താവുന്നു, മരിക്കുന്നു. മുമ്പും ബൈക്കിൽ നിന്ന് പിള്ളേർ താഴെ വീണിട്ടുണ്ട്, ശരിയല്ലേ? പലരും മരിച്ചിരുന്നില്ല, ഓർമ്മയുണ്ടോ? കാരണം എന്താണെന്ന് അറിയാമോ ബ്രദറെ? അന്ന് അവരുടെ കുടുംബങ്ങളിൽ പുണ്യത്തിന്റെ ശേഖരം കൂടുതലായിരുന്നു. താഴെ വീഴുമ്പോ പോലും പുണ്യം കൊണ്ട് പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്റെ മകന്റെ തല തറയിൽ അടിക്കാതിരിക്കാൻ പടച്ചോൻ താങ്ങുമായിരുന്നു. ഇന്ന് പല കുടുംബങ്ങളിലും പുണ്യം എന്ന് പറയുന്നതിന്റെ അളവ് ഇല്ല, കുറഞ്ഞിരിക്കുന്നു. മകൻ താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ അവന്റെ തലയടിച്ച് അപ്പ തീരുകയാണ്. അവൻ അശുദ്ധാത്മാവായി മാറി, അവൻ സ്വർഗത്ത് പോവില്ല. മറക്കരുത്, ഞാൻ പറഞ്ഞതല്ല, യേശുദേവൻ എന്ന ഈസാ നബി പറഞ്ഞതാണ്. വിശുദ്ധ ബൈബിൾ മത്തായി 12 അശുദ്ധാത്മാവ് തിരിച്ചു വരും. പടച്ചോൻ വിളിച്ചു പോകുന്നതല്ലാതെ വേറെ ഏത് രീതിയിൽ, ആത്മഹത്യാ രീതിയിലാണെങ്കിലും മറ്റേത് രീതിയിൽ മരണപ്പെട്ടാലും ആത്മാവ് തിരിച്ചു വരും. അപ്പൊ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, വാപ്പ വഴക്ക് പറഞ്ഞു, ഉമ്മ വഴക്ക് പറഞ്ഞു, 10ാം ക്ലാസ്സിൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, +2 തോറ്റു, ഒരു കുഴപ്പമില്ല, തോറ്റാ വീണ്ടും എഴുതി നമുക്ക് ജയിക്കാം. ഞാനൊക്കെ ഒരുപാട് തോറ്റിട്ടുള്ള ആളാണ്. തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം നമുക്ക് തന്നിരിക്കുന്നതിന് ഞരമ്പ് മുറിച്ചും ആത്മഹത്യ ചെയ്തിട്ട് നമ്മൾ തിരിച്ചോടി അങ്ങ് പോകാൻ ശ്രമിച്ചാൽ നീയാണ് ദൈവമെങ്കിൽ, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞ് ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തിട്ട് അങ്ങ് വന്നാൽ താങ്കൾ എന്നെ അകത്ത് പ്രവേശിപ്പിക്കുമോ പുറത്താക്കുമോ? പുറത്താക്കും. കാരണം ഞാൻ അശുദ്ധാത്മാവാണ്. ദൈവം എന്നെ ഇവിടെ പണി ചെയ്യാൻ അയച്ചിരിക്കുന്നത് 100 വർഷക്കാലമാണ്. സഖാവ് അച്യുതാനന്ദൻ, VS അച്യുതാനന്ദൻ സഖാവ് 98 കഴിഞ്ഞ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. KR ഗൗരിയമ്മ സഖാവ് 99ആയി. നമുക്കിന്ന് 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ്സുണ്ട്, എന്റെ ബുക്കുകളിലുണ്ട്, 100 വയസ്സ് വരെ. പക്ഷെ നമ്മളിൽ പലരും 50ലും 60ലും വെടിയാകുന്നു, വീഴുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? നിയന്ത്രണമില്ലാതെ ലഹരി മൂത്ത് തീറ്റി മത്സരമാണ് പല വീട്ടിലും. അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ നമ്പർ നമ്മൾ കാണാൻ പോകുന്നു. എന്റെ ആഗ്രഹം നിങ്ങൾക്കാർക്കും ക്യാൻസർ ഉണ്ടാകരുതെന്നാണ് എന്റെ ചോദ്യം. 1. ഇനി ഭാവിയിൽ ഫാമിലി ആകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്ലാസ്. ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ദിലീപിന്റെ, സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് മദർ, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, കൺട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായിരുന്നു? 2 കൺട്രീസ്. ഈ 2 കൺട്രീസ് ആയിട്ട് നടക്കാൻ വേണ്ടിയുള്ളവർക്കല്ല ഈ ഷോ. എന്റെ ചോദ്യം ഇതാണ്, വരും ഭാവിയിൽ എനിക്ക് നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, നല്ല ആൺകുട്ടിയെ കല്യാണം കഴിക്കണം, അതിനേക്കാൾ ഉപരി മിടുക്കരായ മക്കൾ അതിൽ നിന്ന് ജനിക്കണം. അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ കൈപൊക്കിയേ, നേരെ കൈപൊക്കൂ, നേരെ കൈപൊക്കൂ. ഈ കൈപൊക്കി അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല, തോന്നി പിള്ളേരുണ്ടായാൽ ആരെ കെട്ടിയാലും മതി, വളരെ സന്തോഷം. താത്തടി ഈ കൈപൊക്കിയവർക്കാണ് എന്റെ ക്ലാസ്. വിശുദ്ധ ഖുർആൻ 7-ാം സൂറത്ത്. പടച്ചോന്റെ ഹിതമനുസരിച്ച് മാത്രമേ നല്ല പുരയിടങ്ങളിൽ നല്ല വിത്തുകൾ വീണാൽ നല്ല വൃക്ഷങ്ങൾ വളരുകയുള്ളൂ. ഏതായി നല്ല പുരയിടം? ഏതായി നല്ല പുരയിടം പെങ്ങന്മാരെ? പറയൂ. ചിലര് കുടുംബം എന്ന് പറയും അല്ലേ? ശരിയല്ലേ? ഏതാ നല്ല പുരയിടം? ഏതാ നല്ല പുരയിടം? ഉറക്കെ പറയും. ഓക്കെ, കുടുംബം എന്ന് പറഞ്ഞു. ഞാനൊരു നല്ല പുരയിടം പറയാം. ഖുറാന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു നല്ല പുരയിടം മൈക്രോബയോളജി, ജെനറ്റിക്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറയുന്നു. ഞാൻ കണ്ട നല്ല പുരയിടം എന്താ എന്ന് ചോദിച്ചാൽ, ഒരു നല്ല പെൺകുട്ടിയുടെ ഗർഭപാത്രം. ആ നല്ല പുരയിടത്തിൽ നല്ല പയ്യന്റെ വിത്തായിട്ടുള്ള നല്ല ബീജങ്ങൾ ഇടണം. അവിടെ ദുൽഖർ സൽമാൻമാർ ജനിക്കും. അല്ലാതെ ദുൽഖർ സൽമാന്റെ പുറകെ വാലുവാട്ടിക്കൊണ്ട് കിടന്നാൽ ദുൽഖർ സൽമാൻമാർ ജനിക്കില്ല. നല്ല മക്കളെ സൃഷ്ടിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജനിച്ചു വന്നിരിക്കുന്ന മക്കൾമാരിൽ 80%-ലധികവും ഗുണനിലവാരമില്ലാത്ത മക്കൾമാരാണ്. 5 വയസ്സിൽ താഴെയുള്ളവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ മക്കൾമാരെ കുറിച്ച് പലയിടത്തും ഡോക്ടർമാർ പറയുന്ന ഒരു രോഗവും കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹൈപ്പർ ആക്റ്റീവ്, ഹൈപ്പർ ആക്റ്റീവ്, ഹൈപ്പർ ആക്റ്റീവ്. കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കൈപൊക്കിയേ, നേരെ കൈപൊക്കിയേ. മാതാപിതാക്കൾ കൈപൊക്കൂ. ഹൈപ്പർ ആക്റ്റീവ് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കുറിച്ച്. മിടുക്കൻ, ഐ ലവ് യുടാ.
ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ രോഗമില്ല, രോഗമല്ല. കുട്ടി അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കുന്നില്ല. വിറളി, വെപ്രാളം, കൈ കിട്ടിയത് എറിയുന്നു. അവന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും എറിയും. ഒരെണ്ണം മാത്രമേ അവൻ എറിയാതിരിക്കൂ, മൊബൈൽ ഫോൺ. കാരണം അവന്റെ വാപ്പയും ഉമ്മയും മത്സരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന കണക്കുള്ള സാധനത്തിലാണ്. ഇത് കളിച്ച് കളിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ സൃഷ്ടിച്ചത്. കുഞ്ഞ് ഇറങ്ങി വന്ന് തന്നെ വെറ്റിലയിൽ തേക്കാൻ വേണ്ടിയാണ്. 2 വയസ്സുള്ള വാട്സാപ്പിൽ അയച്ചു എന്ന് പറഞ്ഞ അച്ഛൻ കോൾ കൊള്ളുന്നു, അമ്മ ഭയങ്കര രോമാഞ്ചം ഓടിക്കുന്നു. ഇത് കേൾക്കുന്ന ഞാൻ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ കൊച്ചിന്റെ കാര്യം പോയി, ചീട്ട് കീറി. ഈ പറഞ്ഞ കാര്യം സത്യം. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കുഞ്ഞിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിനെ സൃഷ്ടിച്ച അമ്മ ആയ പെൺകുട്ടിക്കും ആ സൃഷ്ടി നടത്തിയ ആൺകുട്ടിക്കും, അതിൽ 80% പെൺകുട്ടിയുടെയും 20-25% ആൺകുട്ടിക്കും മനസ്സിന് അച്ചടക്കമുണ്ടായിരുന്നില്ല, നിയന്ത്രണമില്ലായിരുന്നു. പിടിവാശി, മുൻകോപം, ദുർവാശി, അനുസരണക്കാട്, തോന്നിയ പോലെയുള്ള ഡയലോഗുകൾ, സംസാരം. ശരിയല്ലേ? അതിന്റെ ഫലമായി ജനിച്ച കുഞ്ഞിന്റെ മനസ്സ്. അതുകൊണ്ടല്ലേ ഭഗവത്ഗീതയിൽ പറയുന്നത് അച്ഛന്റെ പ്രാണമനോ വിജ്ഞാനമായ കോശം അമ്മയുടെ അണ്ടത്തിലേക്ക് ചെന്ന് ഫ്യൂസ് ചെയ്യുന്നു. പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ട് ഞാനത് ഇതിന് കൂടുതൽ പറയുന്നത്, കൂടുതൽ പേരും ഇസ്ലാം സൗരങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. ഗീത പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല. എൻ്റെ ഡ്യൂട്ടി ആരാണോ എന്നെ വിളിക്കുന്നത് അവരുടെ ഭേദത്തിന് വെച്ച് പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, നല്ല വിത്തിട്ടില്ലെങ്കിൽ പണി പാളും. ഇന്നത്തെ വിത്തുകൾ മോശമായി പോകുന്നതിന് കാരണം എന്താണെന്നറിയാമോ? 10 വയസ്സ് തൊട്ട് കുട്ടികൾ അശ്ലീലമായ മൊബൈൽ ഫോണിൽ ബ്ലൂ ഫിലിമുകളും വൃത്തികേടുകളും കണ്ടുവരുന്നു. ആ കണ്ട് 25 വയസ്സുവരെ ഇത് കാണുന്നു. 10 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പടച്ചോൻ കൊടുത്ത, അള്ളാഹു കൊടുത്ത അടുത്ത തലമുറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആൺകുട്ടിയുടെ സെക്സ് ഓർഗൻ. ആൺകുട്ടിയുടെ സെക്സ് ഓർഗന്റെ പേരെന്താ? എന്റെ 250-ലധികം പിള്ളേർ MBBS പഠിക്കുന്നു. നീ പറഞ്ഞു ഉത്തരം ഏതാ? മിടുക്കൻ, ടെസ്റ്റക്കിൾ. അത് തന്നെ. ഈ ടെസ്റ്റക്കിൾ എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ച് ബോഡിയുടെ പുറത്ത് സ്ക്രോട്ടൽ സാക്സ് വെച്ചിരിക്കുന്നു. ആ സ്പേംസ് ദൈവം അത് തന്നത് കുഞ്ഞിനെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് 10 വയസ്സുള്ള ആൺകുട്ടി മുതൽ 24 വയസ്സുള്ള പയ്യന്മാര് വരെ അശ്ലീലമായി വീഡിയോകൾ കണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് ദൈവം തന്നിരിക്കുന്ന, അള്ളാഹു തന്നിരിക്കുന്ന ആ പവർഫുൾ ആയിട്ടുള്ള ബീജത്തിനെ, ആ അല്ലെങ്കിൽ ആ പവറിനെ പല രീതിയിലും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി സ്വന്തം കുഞ്ഞുങ്ങളാകേണ്ടതിനെ കൊന്നു കൊലവിളിച്ച് പല പയ്യന്മാരുടെയും മുഖത്ത് നോക്കിയാൽ കാണാം ഒരു പ്രകാശമില്ലാതെ അവന്മാർ പലരും ഉണക്ക മീൻ പോലെ ചുരുണ്ട്, കണ്ടാൽ തന്നെ അറിയാം ലഹരിക്ക് അടിമയാണെന്ന്. ഇങ്ങനെയുള്ള 24 വയസ്സുകാരൻ ഒരു നല്ല കുടുംബത്തിലെ ഒരു നല്ല പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ആ കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ ആ പെൺകുട്ടിക്കും അവളുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഒരു കാര്യം ബോധ്യപ്പെടും. തന്നെ കല്യാണം കഴിച്ച പയ്യന്റെ കാര്യത്തിൽ ഇന്ന് ഡോക്ടർമാര് പറയുന്ന പുതിയ കല്യാണങ്ങളിലൊരു പേര്, ഈ അടുത്ത് നടക്കുന്ന പുതിയ കല്യാണങ്ങളിലൊരു പേര്, കെട്ടിയ പയ്യന് കൗണ്ടില്ല, ആക്ടിവിറ്റി ഇല്ല, മോട്ടിലിറ്റി ഇല്ല, ഗുണനിലവാരമുള്ള സ്പേംസ് ഇല്ല. ഈ വാക്കുകൾ ഏതെങ്കിലും കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുവോ? വളരെ സന്തോഷം. എനിക്ക് ഒറ്റക്കൈ മതി. ഇനി ഇവിടെ ഇരിക്കുന്ന വാപ്പമാരെ മുഴുവൻ, ഈ ഫിറോസ് ഉൾപ്പെടെ, എനിക്ക് ബാക്കിയുള്ള പേരറിയില്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കൂ. നിങ്ങളെല്ലാം നല്ല ഹൈറ്റും വെയിറ്റും കിടിലമായി ഇല്ലേ? എന്തുകൊണ്ടാ? അന്ന് നമ്മുടെ ഉപ്പുപ്പമാരെ ഉമ്മുമ്മമാരെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഉപ്പുപ്പാൻ എന്ന് പറയുന്നത് ഉമ്മുമ്മയുടെ ഫ്രണ്ടിൽ കൂടെ 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതേ ഉള്ളൂ. കുട്ടി വാപ്പ, വലിയ വാപ്പ, മാമി, മാമൻ, മച്ച, കോറ എണ്ണം വീട്ടിലിരിപ്പുണ്ട്. ഇന്നത്തെ പിള്ളേർ ഔഡിയും BMW മെഴ്സറസ് ബെൻസും എടുത്തുകൊണ്ട് ഓടിയിട്ട് പോലും മരുന്നിന് പോലും ഒരു ഗുണനിലവാരമുള്ള കൊച്ചിനെ പലയിടത്തും കിട്ടുന്നില്ല. ഈ പറഞ്ഞതിന്റെ അകത്ത് കയറി ആശയം പരിശോധിക്കണം, അപ്പം മനസ്സിലാക്കും. അപ്പം മക്കളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സെക്സ് വേറെ, ക്രിയേഷൻ വേറെ. ഏറ്റവും നല്ല വിത്തുകൾ ഇടാൻ ഒരു ആൺകുട്ടിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ജനിക്കുന്ന മക്കളെ കൊണ്ട് നിനക്ക് വലിയ ഉപയോഗം ഉണ്ടാകില്ല. മറക്കരുത്. 10 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടാത്ത സീക്രട്ടാണ് ഈ പറഞ്ഞത്. ആരും ഇവിടെ വന്നത് വിളിച്ചു പറയില്ല. എന്റെ ആഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നല്ല മക്കൾ ജനിക്കണം എന്നാണ്. ഇനി ഉമ്മമാർ, നല്ല പുരയിടത്തിൽ നല്ല വിത്തിട്ടാലേ നല്ല വൃക്ഷങ്ങൾ വളരൂ എന്ന് വിശുദ്ധ ഖുർആൻ 7-ാം സൂറത്ത് പറയുന്നു. ഏതാ നല്ല പുരയിടം? എന്റെ മക്കളായ പെൺമക്കളുടെ ഗർഭപാത്രം, യൂട്രസ്. അതെങ്ങനെ സാറിനറിയാം? 2 കാര്യങ്ങൾ കൊണ്ടറിയാം. ഒന്ന്, അതിനു മുമ്പുള്ള സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാകുന്നു എന്ന്. ശരിയല്ലേ?
2 എനിക്കറിയാം എന്നുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിലാണ് ഏറ്റവും കൂടുതൽ നന്നായി അത് പ്രതിപാദിച്ചിരിക്കുന്നത്. സൂറത്ത് മറിയം. രജിത് കുമാർ പറയുന്നു, യേശുദേവനായ ഈസാ നബിയെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത യൂട്രസ്, ഗർഭപാത്രമുള്ള സ്ത്രീ, ആ അമ്മയുടെ പേരെന്തായിരുന്നു? എന്തിനാ മറിയത്തിനെ സെലക്ട് ചെയ്തത്? അന്നേ കാലത്ത് ജീവിച്ചിരുന്ന പെൺകുട്ടികളിൽ വെച്ച് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. ശരിയല്ലേ? ശരിയല്ലേ? ഇതല്ലേ ചർച്ചിൽ പാടുന്നത്? നന്മ നിറഞ്ഞ മറിയം. അങ്ങനെ നന്മ നിറഞ്ഞ മറിയത്തിലാണ് ഏറ്റവും നല്ല മക്കൾ അല്ലെങ്കിൽ നല്ല കുഞ്ഞിന് ജന്മം നൽകാൻ, നല്ല ആത്മാവിനെ കിട്ടാനുള്ളത് കഴിഞ്ഞുവെങ്കിൽ എന്റെ ചോദ്യം നിങ്ങളോടുള്ളത്, അത്തരം ഗർഭപാത്രമുള്ള പെൺകുട്ടികളിലായിരിക്കില്ലേ ദൈവം ഏറ്റവും നല്ല റൂഹിനെ അയച്ചു കൊടുക്കുക? യെസ്. ഇനി ആലോചിക്ക്, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക്. ഇല്ലെങ്കിൽ നിന്നിലേക്ക് കയറാൻ പോകുന്ന ആത്മാവ് അശുദ്ധാത്മാവായ മത്തായി 12 അനുസരണയില്ലാത്ത റൂഹുകളായിരിക്കും ആ കുഞ്ഞിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശാലമായി പറയാൻ എനിക്ക് കഴിയും, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. സോ ഓരോ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ളത്, നിനക്ക് ഏറ്റവും നല്ല മക്കൾ ജനിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ കൈവക്കി. ആഗ്രഹം ഉള്ളവരോടെ പറയാൻ പാടുള്ളൂ എന്നാണ് ഭഗവത്ഗീത 10-ാം അധ്യായം. ആ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള കൂട്ടുകാരന്മാരെ കൊണ്ടുപോലും നിന്റെ ശരീരത്തിൽ മോശമായ തലത്തിൽ ഒന്ന് സ്പർശിക്കാൻ പോലും പാടില്ല. ഇനി ആലോചിച്ച് നോക്ക്. ദാറ്റ് മീൻസ് മനഃശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, ബുദ്ധിശുദ്ധി, ഹൃദയശുദ്ധി, അകത്ത് മുഴുവൻ എല്ലാ തരത്തിലും ശുദ്ധിയുള്ള ഒരിടത്തേക്ക് മാത്രമേ ഏറ്റവും നല്ല റൂഹിന് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. കുടുംബശുദ്ധി, സമൂഹശുദ്ധി, പ്രവാചകനായ നബി തിരുമേനി പഠിപ്പിച്ച ശുദ്ധി. ഇന്ന് ഈ ശുദ്ധി സമൂഹത്തിൽ കൂടി വരുന്നോ കുറഞ്ഞു വരുന്നോ? കൂടി വരുന്നു. മുമ്പോട്ട് വന്ന് പറയാൻ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ പുറകെ ഗുണ്ടകളെയും കൊണ്ട് നടക്കണ്ട. ഒരു മോശപ്പെട്ട പയ്യൻ വന്നാൽ മാറി നിൽക്കടാ എന്ന് പറയാൻ തക്ക രീതിയിൽ ശക്തി ഉണ്ടായിരിക്കണം. അപ്പൊ മൈക്ക് നീട്ടുമ്പോ ധൈര്യമായിട്ട് പറയണം. എന്തിനു പേടിക്കുന്നു? നിങ്ങൾ ആരെയാ പേടിക്കുന്നേ? അകത്ത് ജ്ഞാനം കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് നല്ല ശക്തി കിട്ടും. ആലോചിക്കും നന്നായിട്ട്. അല്ലാതെ നമ്മളെ പുറകെ ഒന്നും ആരും വരണ്ട. ബോൾഡായിട്ടിരിക്കണം. പക്ഷേ എളിമയുണ്ടാവണം, വിനയുണ്ടാവണം. കരയേണ്ടതിന് കരയണം, രൗദ്രമാവേണ്ടതിന് രൗദ്രമാകണം. അതാണ് ഉത്തമയായ ഒരു സ്ത്രീ. ശരിയല്ലേ? അപ്പൊ നമുക്കൊരു ക്ലിപ്പ് കണ്ടു നോക്കാം. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. ലൈറ്റ് ഓഫ്. ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം ഞാൻ ഡൈവേർട്ട് ചെയ്തു. പടച്ചു എന്നെ പിടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. ഭാവിയിൽ നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ആ ഭാര്യയ്ക്കും അതിൽ മക്കൾ ജനിച്ചാൽ മക്കൾക്കും നിനക്കൊരു ഉമ്മ കൊടുക്കണമല്ലോ. ഇവിടെ ഉമ്മ എന്ന് തന്നെയല്ലേ പറയും. ഈ ഉമ്മ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എവിടം കൊച്ചു, ഏത് ഭാഗം വെച്ച് നീ കൊടുക്കും? കഷ്ടം. എടാ, നിന്റെ ഏത് ഭാഗം കൊണ്ടാണ് നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീ ഉമ്മ കൊടുക്കുന്നതെന്നാണ് ചോദിച്ചത്. ചുണ്ട്. അത് പറഞ്ഞാ പോരെ? ശരിയല്ലേ? അല്ലേ? അവന് സംശയം. എടാ, ഇതിലൊന്നും വളവില്ല. 2, നിന്റെ ഭാര്യയും മക്കളും നിനക്ക് ഉമ്മ തരണം. നിന്റെ ഏത് ഭാഗത്താ അവര് ഉമ്മ തരേണ്ടേ? കവിളില്. സംശയമുണ്ടോ? നീ ആകെ സംശയിച്ചിരിക്കുകയാണ്. ഓക്കെ. പക്ഷെ എന്റെ ചോദ്യം, നിനക്ക് കവിളുണ്ടെങ്കിലല്ലേ അവർക്ക് ഉമ്മ തരാൻ പറ്റൂ? നിനക്ക് ചുണ്ടുണ്ടെങ്കിലല്ലേ ഉമ്മ തരാൻ പറ്റൂ? പക്ഷെ ആ ചുണ്ടിന്റെ ഇടയിൽ ശംഭുവും പാൻപരാഗും നിരന്തരം കയറ്റിവെച്ച് ആ ചുണ്ട് പടച്ചോനെന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നീ പിന്നെ ഏത് ഭാഗം എടുത്തു വെച്ച് ഉമ്മ കൊടുക്കും? പറ. അപ്പൊ പിന്നെ ഉമ്മ കൊടുക്കാൻ വേറെ ഫ്രണ്ടിനെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അതാണല്ലോ ഇന്ന് ഫോണിൻ ഫ്രണ്ട്ഷിപ്പുകളുടെ എണ്ണം കൂടി കിടക്കുന്നത്. മക്കൾ പറഞ്ഞതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടം അവരുടെ ഫ്രണ്ട്സിനോടൊപ്പമാണെന്ന്. നീ എന്ന് പറയുന്ന വിഡ്ഢിയായ വാപ്പയോടൊപ്പമോ നീ എന്ന് പറയുന്ന വിഡ്ഢിയായ ഉമ്മയോടൊപ്പമോ മക്കൾക്ക് അധിക സമയം ചെലവഴിക്കാൻ താല്പര്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. ശരിയല്ലേ? അത് കേട്ടില്ലേ? കേട്ടപ്പോ ബുദ്ധിയുള്ള ആളിന്റെ നെഞ്ചിൽ ഇടുത്തി വീണിട്ടുണ്ടാകും. ചിരിച്ചു വെച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചതായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടം നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പമാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല മോളെ. അത് നല്ല ഫ്രണ്ട് ആണെങ്കിൽ, നിന്റെ വിജയം ആഗ്രഹിക്കുന്ന ഫ്രണ്ട് ആണെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾ സിസ്റ്റർമാരാണോ? ആണോ? യെസ്. അപ്പൊ നിന്റെ അമ്മ നിങ്ങളെ 2 പേരെ പ്രസവിച്ച് വളർത്തി ഉയർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട്
നീ നിന്റെ അമ്മയ്ക്കും അച്ഛനും എന്ത് നൽകി? അപ്പൊ ഞാൻ വീണ്ടും പോയിന്റിലേക്ക് പോകുന്നു. ശംഭുവും പാൻപരാഗം വെച്ച് കളിക്കുന്ന ചേട്ടന്മാരും പയ്യന്മാരും ഉണ്ടെങ്കിൽ ഓർത്തോളൂ, ഏത് സമയത്താണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പണി വന്നിട്ട് ചുണ്ടിന്റെ അവിടുത്തെ സെല്ലുകളിലെ പ്രോട്ടോ ഓങ്കോജീനായി മാറി ക്യാൻസർ നമ്മുടെ സെല്ലിൽ എല്ലാം ഇരിപ്പുണ്ട്. ക്യാൻസറിന്റെ ജീൻ നമ്മുടെ ബോഡിയിൽ ഇരിക്കുകയാണ്, ഉറങ്ങിയാണ് ഇരിക്കുന്നത്. ഒന്ന് ഉണർത്തിയാൽ അപ്പ പണി വരും. അപ്പോ ഇരിക്കുന്ന ആൺമക്കളും നിൽക്കുന്ന ആൺമക്കളോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്യാൻസർ വരരുതേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ലണ്ടൻ കണ്ടുപിടിച്ച റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ക്യാൻസർ വരുന്നതിന് 10% കാരണം നിങ്ങളുടെ ഭക്ഷണങ്ങളാണ്. അടുത്ത 10% അന്തരീക്ഷത്തിലെ പൊല്യൂഷനാണ്. അടുത്ത 80% അള്ളാഹുവിന്റെ അനുഗ്രഹവും അനുഗ്രഹമില്ലായ്മയുമാണ്, ഭാഗ്യം. 80% ക്യാൻസറിന് കാരണവും ഭാഗ്യ നിർഭാഗ്യങ്ങളാണ്. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോൾ ഒരു സാധനം ഇറങ്ങി വരും. അതിന്റെ പേരാണ് ത്രാസ്. ഇരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ഒരു സ്വർണത്തിന്റെ ത്രാസ്, അവരവരുടെ ത്രാസ് അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഒരു തട്ടിൽ പാപവും ഒരു തട്ടിൽ പുണ്യവും. ദൈവം പറഞ്ഞിരിക്കുന്ന, ഖുർആൻ പറഞ്ഞിരിക്കുന്ന സ്വർണത്തിന്റെ ത്രാസ് അവരവരുടെ മുമ്പിൽ ഇപ്പോൾ ലാൻഡ് ചെയ്യും. അതിൽ ഒരു തട്ടിൽ പാപം, ഇന്നലെ വരെ ചെയ്തു കൂട്ടിയ പാപം. മറ്റൊരു തട്ടിൽ ഇന്നലെ വരെ ചെയ്തു കൂട്ടിയ പുണ്യം. അത് എനിക്ക് കാണാൻ കഴിയില്ല, അവരവർക്ക് മാത്രം കാണാൻ കഴിയും. എല്ലാവർക്കും കാണാൻ കഴിയില്ല. അകക്കണ്ണ് തുറക്കുന്നവൻ, അന്ധത കൈപ്പറ്റിയവന് കാണാൻ പറ്റത്തില്ല. അപ്പൊ ക്യാൻസറിന്റെ കാര്യം മറക്കണ്ട, നമ്മളതൊന്ന് കാണാൻ പോകുന്നു. ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരും കാണുന്നു. ഞാൻ പ്രത്യേക ഈ ഇവിടത്തേക്ക് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്, ഞാൻ പലയിടത്തും ഇത് കാണിക്കാറില്ല. ഇവിടെ വന്നപ്പോൾ ഇവര് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ലഹരിക്ക് കുറെ പാർട്ട് പോകുന്നു. അപ്പൊ നമുക്ക് വേറെ ചില സ്ഥലങ്ങളിൽ കുറച്ച് സമയം നഷ്ടപ്പെടും. ശ്രദ്ധിച്ചു നോക്കുക, കാണുക. ക്യാൻസർ ഏത് സമയം വന്നാലും ആ ഭാഗം മുറിച്ച് കളയേണ്ടി വരും. 2 സിഗരറ്റ് വലിക്കുന്ന പയ്യന്മാർ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരി ശരി. അത് നീ അങ്ങനെ ഉറക്കെ പറയുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? നീ അത് ചെയ്യുന്നില്ല എന്നും മറ്റ് ചെയ്യുന്നവന്മാരോട് നിനക്ക് ദേഷ്യം ഉണ്ടെന്നും ആണ് അതിന്റെ അർത്ഥം. പുകവലിക്കുന്ന സഹോദരന്മാർ അറിയുന്നില്ല അവന്റെ ലങ്സിലുണ്ടാകുന്ന ക്യാൻസറും അവനകത്തുണ്ടാകുന്ന പ്രോബ്ലവും. 3 മറ്റ് ലഹരികളും. ഇനി എൻ്റെ പെൺമക്കളോടും എൻ്റെ സഹോദരികളായ പെങ്ങന്മാരോടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ നിങ്ങളുടെ അടുത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ഭാര്യമാരായ സഹോദരിമാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ലഹരികൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ഒരു ബന്ധത്തിലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ലഹരി ഉപയോഗിച്ച വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സെക്ഷൽ സാധനങ്ങൾ ഒരു പെൺകുട്ടിയുടെ ബോഡിക്ക് അകത്തേക്ക് വന്ന് വീണാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആ കെമിക്കൽ പോലും പെൺകുട്ടിയിലും സ്ത്രീയിലും ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളെ നിങ്ങൾ മാറ്റി നിർത്തുക. അതാണ് പ്രവാചകനായ നബി തിരുമേനി പഠിപ്പിച്ചത്. മദ്യം എല്ലാ കുറ്റകൃത്യങ്ങളുടെയും താക്കോലാകുന്നു എന്നും എല്ലാത്തരം ലഹരികളും നിഷിദ്ധങ്ങളാണെന്നും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ശക്തമാകണം. ക്യാൻസർ വരുന്നതിനേക്കാൾ നല്ലതല്ലേ ലഹരി ഉപയോഗിക്കുന്ന പുരുഷനെ മാറ്റി നിർത്തുന്നത്? ശക്തരായിരിക്കണം നിങ്ങൾ സഹോദരങ്ങളോടും. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. നാക്കിന്റെ അടിയിൽ ശംഭുവും പാൻപരാഗും കെമിക്കലുകളും മറ്റ് സാധനങ്ങളും വെച്ചതിന്റെ ഫലമായി നാക്ക് മുറിച്ചു കളഞ്ഞു. മറക്കണ്ട, പടച്ചോൻ നമുക്ക് നാക്ക് തന്നത് സത്യസന്ധമായി കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും. അധികം കള്ളം പറയുന്ന വ്യക്തികളും ഓർത്തോളൂ, ചിലപ്പോ ആ വ്യക്തികളുടെ നാക്കും മുറിച്ചു കളയേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, പാപികളോടും കള്ളം പറയുന്നവരോടും നിങ്ങൾ കൂട്ടുകൂടുകയെ ചെയ്യരുത് എന്ന്. മറക്കണ്ട, പാപികൾക്കും കള്ളങ്ങൾ പറയുന്നവർക്കും വൻ നാശം എന്ന് ഖുർആനിൽ അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് നാക്ക് ഉപയോഗിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നാക്കുകൾ തോന്നിയവാസം പറയാൻ വേണ്ടിയുള്ളതല്ല,
ഖുർആൻ പറയുന്നു ജനങ്ങളിൽ അധികം പേരും തോന്നിയവാസികളാണ് എന്ന്. അച്ചടക്കവും നിയന്ത്രണവും നിന്റെ ജീവിതം വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കും. നീ നാടിന് അഭിമാനമുള്ള ആളായി മാറും. നീ ഫുട്ബോൾ കളിച്ചോളൂ, എന്നാൽ നീ മെസ്സിയെ പോലെയും റൊണാൾഡോയെ പോലെയും അല്ലെങ്കിൽ പെലെ പോലെയും വളർന്ന് കയറണം. ഏതിൽ പരിപാടിയിൽ നീ പോയാലും അതിൽ നീ ടോപ്പായിരിക്കണം. സമയം കളയാനായിട്ട് പോവരുത്. നിരന്തരം ശംഭുവും പാൻപരാഗും വെച്ചതിന്റെ ഫലമായി നാക്കിന്റെ എപ്പിത്തീലിയൽ ടിഷ്യൂ എല്ലാം പോയി. അതുകൊണ്ടാണ് കുടിയന്മാരും ലഹരികളുമുള്ള വീടുകളിൽ ഇറച്ചിക്കും മീൻകറിക്കും എരിവ് കൂടുതൽ വേണം എന്ന് പറയുക. കൂടുതൽ എരിവ് കഴിക്കാൻ പാടില്ല. അത് എപ്പിത്തീലിയൽ ടിഷ്യൂ, അകത്തുള്ള ടിഷ്യൂവിനെ എല്ലാം കരിക്കും. മറക്കരുത്. ചുണ്ടിന്റെ അടിയിൽ ശംഭു വെച്ച പാൻപരാഗ് വെച്ച പുരുഷന്റെ ആൺകുട്ടിയുടെ ചുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ചുണ്ടില്ലാത്തവന്റെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉമ്മ കൊടുക്കാൻ പറ്റുക? അടുത്തതാണ് നോക്കേണ്ടത്. ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയുടെ നാക്ക് വെളിയിൽ തള്ളിക്കിടക്കുന്ന കണക്ക് കവിളിൽ ക്യാൻസർ വന്ന വ്യക്തിയുടെ കവിള് മുറിച്ചു കളഞ്ഞു. നാക്ക് വായിൽ കൂടെ പുറത്തു കിടക്കുന്നതിന് പകരം കവിളിൽ കൂടെ പുറത്തു കിടക്കുന്നു. ഭാര്യയുടെ അടുത്ത് മക്കളുടെ അടുത്തേക്കും നിങ്ങളെന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി നീ ചെല്ലുമ്പോൾ അവർ പേടിച്ചോടും. അന്ന് ഞാൻ അവരുടെ സൈഡിലെങ്ങാനും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കും, നീ ഓടിക്കോന്നു. ഇങ്ങനെയുള്ള ലഹരി മൂത്തവന്മാരില്ലാത്തതിനേക്കാൾ നല്ലത് ലഹരി ഉപയോഗിക്കാത്തവരടുത്ത് പോയി ജീവിക്കട്ടെ എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യും. മറക്കരുത്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ നോക്കിയാലും മുറിച്ചു കളയുന്ന അവസ്ഥയിൽ ചുണ്ട്, മോളിലത്തെ ചുണ്ടിൽ ശംഭു വയ്ക്കുന്ന പയ്യന്മാരെ എനിക്കറിയാം. ഞാൻ പോലീസിന്റെ എക്സൈസിന്റെയും കൗൺസിലറാണ്. പഠിച്ചിട്ട് പറയുന്നു, ഈ ഇരിക്കുന്ന പ്രവാസി കൂട്ടായ്മയിലെ ഒരാളിന്റെ മക്കൾക്ക് പോലും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാകരുത്. കാരണം അള്ളാഹു ദൈവം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഒരു പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചത്, ഒരു ആൺകുട്ടിയെ സൃഷ്ടിക്കാനുള്ള റൂഹ് കൊടുത്തു വിട്ടത്. ആ റൂഹിന് സഞ്ചരിക്കാനുള്ള വാഹനത്തിന് കേടുവരുത്തി പഞ്ചറാക്കി ശരീരഭാഗങ്ങളെ നശിപ്പിച്ചിട്ട് ചെല്ലുന്നവനെ പടച്ചോൻ വെറുതെ വിടില്ല. ഖുർആൻ പറയുന്നു, അനുസരിക്കാത്ത കുറെ എണ്ണ മനുഷ്യരെ കുരങ്ങുകളും പന്നികളുമാക്കിയിരിക്കുന്നു എന്ന്. അത് വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. അപ്പൊ നമ്മളിൽ കുറെ എണ്ണം പന്നിയും കുരങ്ങനും ആകും, അല്ലേ സഹോദര? മറക്കണ്ട. എല്ലാരും സ്വർഗത്ത് കയറാനിരിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, ആത്മാവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. ആത്മാവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ കൈപൊക്കാൻ കാത്തിടൂ. ആത്മാവിൽ വിശ്വാസമുള്ളവർ കൈപൊക്കിയേ. ആത്മാവിൽ വിശ്വാസമുള്ള സഹോദരങ്ങളൊക്കെ കൈപൊക്കിയേ. സന്തോഷം. ഇനി ആത്മാവിനെ അറിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ കൈപൊക്കിയേ. ഞാനുണ്ട്, എന്നോടൊപ്പം കുറെ സഹോദരങ്ങളുമുണ്ട്. എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മാവ് എവിടെയാ? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നീ തന്നെയാണ് നിന്റെ ആത്മാവ്. ഈ ശരീരം ഒരു വാഹനം മാത്രം. സ്വന്തം ആത്മാവിനെ പ്രാർത്ഥനയിലൂടെയും നിഷ്ഠയിലൂടെയും ചര്യയിലൂടെയും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അന്നു മുതൽ നീ വിജയിക്കാൻ തുടങ്ങും. ആത്മാവിന്റെ ഉടമസ്ഥൻ നിന്നെ ഉയർത്താൻ തുടങ്ങും. നിനക്ക് എത്ര ഉടമസ്ഥരുണ്ട്? ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര ഉടമസ്ഥരുണ്ട്? 2 ഉടമസ്ഥർ. ആരൊക്കെയാ? അച്ഛനും അമ്മയും. അതെ, അവർ 2 അല്ലേടാ. നിന്റെ ഉമ്മയും വാപ്പയും എന്ന് പറയുന്നത് ഒന്നാണ്. അവരാണ് ഈ ശരീരം സൃഷ്ടിച്ചു തന്നത്. അതാണ് ഒരു ഉടമസ്ഥൻ. 2, ഇതിനകത്തേക്ക് ആത്മാവിനെ നിക്ഷേപിച്ച ദൈവം. ആ ആത്മാവിന്റെ ഉടയോൻ, റൂഹിന്റെ ഉടയോൻ ആരാ? അള്ളാഹു. അപ്പൊ നമുക്ക് 2 സ്രഷ്ടാക്കളുണ്ട്. എന്ത് പണി ചെയ്യുന്നതിന് മുമ്പ് ബിസ്മി, ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞതിന് കാരണം ആത്മാവിന്റെ ഉടയോനെ ഓർത്തോണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. നീ എപ്പോഴെങ്കിലും അതൊക്കെ ഓർത്ത് ചെയ്തിട്ടുണ്ടോ? ദൈവത്തിനറിയാം. അപ്പൊ ഈ ഇരിക്കുന്ന മേൽചുണ്ടും കീഴ്ചുണ്ടും ഇതെല്ലാം പോകും. അധികം കള്ളം പറയുന്ന പെൺകുട്ടികളും ഓർത്തോളൂ, നാക്കിൽ ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. ഇതിങ്ങനെ നിറയെ പോകുന്നു. ഞാൻ സമയക്കുറവ് കാരണം കട്ട് ചെയ്യുന്നു. 2, സിഗരറ്റ് വലിക്കുന്ന സഹോദരങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, ഇതൊന്ന് കണ്ടോളൂ. നിന്റെ ലങ്സ് ദൈവം വളരെ സന്തോഷത്തോടെ നിന്റെ ശരീരം, സൗണ്ട് പ്ലീസ്, ഈ പുകച്ച് കയറ്റുമ്പോ നിന്റെ റൂഹ് എന്ന് പറയുന്ന ഇത് സഞ്ചരിക്കാനുള്ള വാഹനത്തിന് ഏറ്റവും നല്ല ലങ്സ് ആണ് തന്നിരിക്കുന്നത്. ഈ പുക അകത്ത് കയറി ആൽവിയോളസ് എന്ന് പറയുന്ന നിങ്ങളുടെ ലങ്സിന്റെ മുന്തിരിക്കൊല പോലെ ഉള്ളതിനെ ചുരുട്ടി നശിപ്പിച്ച് അതിനെ ഇല്ലാതാക്കുമ്പോൾ
ലങ്സ് ചുരുങ്ങി, പിന്നെ വായു വലിക്കാനില്ല. +1 ബയോളജിക്കാരെന്ന് കൈപൊക്കിയേ. നിങ്ങൾ +1 ബയോളജിയിൽ പഠിച്ചു ബ്രീത്തിങ്, പഠിച്ചില്ലേ? +2 +1 പഠിച്ചു റെസ്പിറേഷൻ, ബ്രീത്തിങ്, പഠിച്ചോ ഇല്ലയോ? പഠിച്ചു. അപ്പൊ ശ്വാസം വലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, സിഗരറ്റ് വലിക്കുന്ന കുട്ടി പുരുഷന്മാരുണ്ടെങ്കിൽ ഓർത്തോളൂ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഓർത്തോളൂ, കുറെ കഴിയുമ്പം നിന്നെ കല്യാണം കഴിച്ച ഭാര്യ പെൺകുട്ടി നിരാശയാവും. എന്താണ് നിരാശ എന്ന് ചോദിച്ചാൽ, വർഷങ്ങൾ കഴിഞ്ഞ് നിനക്ക് 10-35 വയസ്സായി കഴിയുമ്പോൾ യു വിൽ ബിക്കം ഇംപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ നിന്റെ സെക്സ് ഓർഗനുകളും സെക്ഷൽ അവയവങ്ങളും നീ വിചാരിക്കുന്ന കണക്ക് ആക്ട് ആവാത്ത രീതിയിൽ നാഡീ തളർച്ച എന്ന് പറയുന്ന അവസ്ഥയിൽ നിക്കോട്ടിൻ കൊണ്ടെത്തിക്കും. മറക്കണ്ട. അതുകൊണ്ട് എൻ്റെ പെൺമക്കളെ, ലഹരി ഉപയോഗിക്കുന്ന ഒരാളിനെ പോലും നീ അടുപ്പിക്കരുത്. മാറ്റി നിർത്തണം, ശക്തമായി മാറ്റി നിർത്തണം. നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നുകൂടെ കാണിക്കാം, ദാ കണ്ടോളൂ. ഭയങ്കര സ്റ്റൈലിൽ. What if you could see what cigarettes were doing to your insides? നിങ്ങൾ ഭയങ്കര സ്റ്റൈലിൽ വലിക്കുമ്പോ ദാ കാണും, അകത്ത് കേറിപ്പോയ ആ ലങ്സ്, ആ അവിടെ കയറിയ ഹാർട്ടും ലിവറും ലങ്സിനെ എല്ലാം ആ കെമിക്കലുകൾ കംപ്ലീറ്റ് കറുപ്പിച്ച് അകം മുഴുവൻ വെളുത്ത് സുന്ദരനായി പുറമോടി കൊണ്ട് കാണുകയും അകം മുഴുവൻ രോഗമയമായി മാറുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പുറം സൗന്ദര്യം നോക്കി നീ ഒരാളിനെയും സെലക്ട് ചെയ്യരുത്. അകത്തെ സൗന്ദര്യത്തിനാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതെന്ന് രജിത് കുമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ അകം വൃത്തിയില്ലെങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചതുകൊണ്ടും വലിയ വിശേഷമൊന്നും ഉണ്ടാവില്ല. മറക്കണ്ട. ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കുന്നു. ഗഞ്ചാവും ബ്രൗൺ ഷുഗറും ബിയറും വൈനും വിസ്കിയും ബ്രാൻഡിയും റമ്മും ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളെ, നിന്റെ ശരീരത്തിൽ ഇതെങ്ങനെ റിയാക്ട് ചെയ്യും എന്നൂടെ കാണിച്ചുകൊണ്ട് നമ്മുടെ മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ പോകും. ഈ നിൽക്കുന്നത് എൻ്റെ ഉമ്മയാണ്, ഈ നിൽക്കുന്നത് എൻ്റെ വാപ്പയാണ് എന്ന് എനിക്ക് തിരിച്ചറിവ് വരണമെങ്കിൽ കാഴ്ചയിലൂടെ ഞാൻ കാണുകയും ആ ഇമേജുകൾ ബ്രെയിനിലെത്തുകയും അവിടെയുള്ള ചില കെമിക്കലുകൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വന്നത് കുട്ടിവാപ്പയാണല്ലോ, വന്നത് ഉമ്മയാണല്ലോ, വന്നത് ഉമ്മുമ്മയാണല്ലോ, കൂടെയുള്ളത് സഹോദരിയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ നെർവസ് സിസ്റ്റവും ബ്രെയിനും സ്ട്രോങ് ആയിരിക്കുമ്പോഴാണ്. എസ് ഓർ നോ? എസ് ഓർ നോ? എസ് ഓർ നോ? എന്നാൽ ഗഞ്ചാവ്, പെത്തിഡീൻ, ബ്രൗൺ ഷുഗർ, കൊക്കൈൻ ഇങ്ങനെയുള്ള നാർക്കോട്ടിക്സ് ആയ കെമിക്കലുകളും മറ്റ് ലഹരി പദാർത്ഥങ്ങളും കഴിക്കുമ്പോൾ നമ്മളുടെ ഈ തിരിച്ചറിവ് എന്ന് പറയുന്നിരിക്കുന്ന ബ്രെയിനിലെ ന്യൂറോണിലെ ഡോപ്പമൈൻ എന്ന് പറഞ്ഞ കെമിക്കൽ, ആ ഡോപ്പമൈന് സഞ്ചരിക്കാൻ പറ്റാതെ വരികയും ആ ഡോപ്പമൈൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഈ പറഞ്ഞ ലഹരി കയറുകയും ചെയ്യും. അങ്ങനെ ലഹരി കയറിക്കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എൻ്റെ ഉമ്മയാണോ വാപ്പയാണോ എൻ്റെ മകളാണോ മകനാണോ എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഇപ്പൊ കണ്ടോളൂ. കണ്ടാ മാത്രം പോരാ, ഇത് പഠിച്ചിട്ട് നാളെ മുതൽ ഒരു 10 പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. അതാണ് ഈസാ നബി പഠിപ്പിച്ചത്. യേശുദേവനെയും അറിയണമെന്ന് ആലു ഇമ്രാൻ 3:55 പറഞ്ഞിട്ടുണ്ട്. നിന്നെ പിൻപറ്റിയവരെ നിന്നെ നിഷേധിച്ചവരെക്കാൾ ഉയരങ്ങളിൽ ഞാൻ എത്തിക്കും. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ അനുസരിക്കുന്നു. യേശുദേവൻ പറഞ്ഞു, വഴിതെറ്റിയ ഒരു കുഞ്ഞാടിനെ കൂട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ പിതാവ് സന്തോഷിക്കും. ഈ കുഞ്ഞാട് നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. നമ്മുടെ വഴിതെറ്റിയ ഒരു കുട്ടിയെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ അയച്ചവൻ സന്തോഷിക്കും. അതുകൊണ്ടത് കണ്ടാ മാത്രം പോരാ, സ്കൂളിൽ പോയി പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, ഫ്രണ്ട്സിന് മനസ്സിലാക്കി കൊടുക്കണം. ദാ കണ്ടോളൂ, ഇതാണ് ആ കെമിക്കൽ. ഒരു നോർമൽ തിരിച്ചറിവുള്ള മനുഷ്യന്റെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്യും. ഇതാണ് ന്യൂറോൺ. ഇതാണ് ന്യൂറോൺ ട്രാൻസ്മിറ്ററായ ഡോപ്പമൈൻ ആണ് ഈ വയലറ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ടാണ് എനിക്കെല്ലാം തിരിച്ചറിയാൻ